ഈശോയ്ക്ക് സ്തുതിയല്ലോ മണി. ഡ്രൈവറെ കണ്ടില്ലേ? ഞാൻ നോക്കിയിട്ടില്ല. എന്താ ഇവർക്ക് സന്തതി ഉണ്ടാകാത്തത്? ദുഷ്ടത്തരം കൊണ്ട്. അങ്ങനെ പറയരുത്, അവര് പുണ്യപ്പെട്ട മനുഷ്യരാ. നീ ശാലം പോലെ കുടുങ്ങി തന്നെ. ഏതായാലും ഇതെന്തോ ദൈവശാപം. കല്യാണം കഴിച്ചിട്ടാണ് കൊല്ലം 6 ആയില്ലേ. സന്തതി ഉണ്ടായില്ലേ ആ കുടുംബം അന്യം നിന്നു. നമ്മുടെ തട്ടനുസരിച്ച് ആ പെണ്ണിനെ ഉപേക്ഷിക്കാനും വയ്യ. പഴയ നിയമത്തിൽ അവറാനിവി എന്നാ ചെയ്ത്? എനിക്കറിയാമോ. എന്നാ കേട്ടോ, അവറാനിവിയെ സന്തതി ഇല്ലാഞ്ഞിട്ട് സ്വന്തം ഭാര്യ നിൽക്കുമ്പോൾ തന്നെ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അതൊക്കെ ആരാ പ്രവർത്തിരിക്കുന്നു? ആ ആനി പാവമാ. അതിന് ആ മനുഷ്യ ഉപേക്ഷിക്കാൻ പറ്റും ചെയ്യുമോ? ഓ, അതൊന്നുമില്ല. നീ വരുന്നില്ലേ? ഇന്ന് പിള്ളേരുടെ കരളുണ്ട്. കരളല്ലേ? കരളുള്ളൂ. എന്തെങ്കിലും ആട്ടെ, നീ വാ. നമ്മൾ പറഞ്ഞത് വല്ലതും ആ ആന കേട്ടോട്ടെ. കർത്താവേ, ചിലർക്ക് സന്തതി കൂടിപ്പോയിട്ട് ദുരിതം, ചിലർക്ക് സന്തതി ഇല്ലാഞ്ഞിട്ട് എവിടെല്ലാം നേർച്ച കാഴ്ചകൾ വെക്കുന്നു. പറയേ, നീ നേരത്തേക്ക് കാശെടുത്തിട്ടില്ലേ? എന്തിനാ? എന്നാ ഒരണങ്ങിയെന്ന് ഞാൻ വീട് മേടിച്ചോണ്ട് വരാം. ഇപ്പൊ വീട് വലിക്കണ്ട. എടാ കുര്യ, നീ എവിടെ പോയടാ? എടാ ഞാനും കൂടെ വരുന്നടാ. എന്നാ വേമ്പ ഉടമ്പന്ന മനുഷ്യനെ, നീ നോയമ്പ് പാടല്ല, പള്ളിയിൽ പോണം. ഞാൻ വരുന്നില്ല, നീ പോയി നേരത്തെ ഇട്ടാ മതി. ഇങ്ങോട്ട് വരാന്. കൈ കൊച്ചിനെ ഒന്ന് പിടിക്കും. ഓ, നേരെ ഒത്തിരിയായി. കൊച്ചേ കൊച്ചേ, ഈ കുഞ്ഞിനെ എന്റെ തള്ളടയിലൊന്നും കൊടുത്തേരെ, എന്റെ മുണ്ടൊന്നും കൊടുത്തേരെ. മറിയ ചേച്ചി, എങ്ങടാ കുഞ്ഞ? കടന്നോ? അങ്ങ് പോയോ? വീട്ടിൽ ചെല്ലേ. ആനി, എന്തോ? ഇന്ന് പള്ളിയിൽ പോയി വന്നതിന് ശേഷം നിനക്ക് എന്താണ് ഇത്ര വലിയ വിഷാദം? പ്രത്യേകിച്ച് ലോകമായ ലോകമെല്ലാം ആനന്ദിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ. ഒന്നുമില്ല, കാപ്പി കുടിക്കും. നിന്റെ മുഖം പ്രസന്നമാകാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം? ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നില്ല. ആ ഭാഗ്യം നമുക്ക് ഇല്ലാതായിപ്പോയി. ആ ഭാഗ്യം മാത്രം മതിയായിരുന്നു. എന്താ വീട്ടിൽ പോണോ? ഇന്നൊരു നല്ല ദിവസമായിട്ട് ഈ കൊച്ചിന്റെ അപ്പൻ ഒരുമിച്ചിരുന്ന് ഇച്ചിരി ചോറുണ്ണാൻ. എന്നാ പോയിട്ട് പിടിയുന്നു വാ. നിക്ക്. ഇതാ മോന് പടക്കം മേടിക്കാം. അവന്റെ കൈ പൊള്ളിക്കരുത് കേട്ടാ. ഇല്ല. കുഞ്ഞു റൊട്ടി കിടക്കുന്നു. ഞാനൊന്ന് കടയിൽ പോയിട്ട് വേഗം വരാം. നോക്കിക്കോണേ. സമ്മതിക്കില്ല, ഞാൻ അന്നേ പറഞ്ഞു. കണ്ണും കൂട്ടി ഉറങ്ങാതെ മോനെ, കണ്ണാക്കു തുറക്കാതിരിക്കെന്റെ പൊന്ന്. അമ്മയും അപ്പനും ചണ്ട പിടിക്കാൻ ചുമ്മാ നീ വഴി വെക്കല്ല മോനെ. മീൻകറി വെക്കുവാൻ അമ്മയുണ്ടെങ്കിൽ കള്ളു കുടിക്കുവാൻ അപ്പനുമുണ്ട്. താരാട്ടു പാടുന്നത് അപ്പന മോനെ, കാരണം നിന്റെ അമ്മ ചന്തയ്ക്ക് പോയി. ചന്തയ്ക്ക് പോയി.
കുഞ്ഞെവിടെ? ചന്തക്ക് പോയി ഇച്ചിരി പഞ്ചായത്തോടെ ഇങ്ങനെ എടുത്തു. പഞ്ചാര തിന്നു പിടിക്കാനല്ലാതെ ചെലുത്താൻ എന്തിനു കൊള്ളാം. ഇപ്പൊ എന്റെ കുഞ്ഞ് അതെ വെളുത്ത് എന്റെ ഒരു സ്നേഹിതന്റേതാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ എന്റെ പഠിത്തം പൂർത്തിയാക്കിയിട്ട് സുഖമായി നാട്ടിലേക്ക് മടങ്ങി. സ്നേഹിതൻ പണ്ട് പറഞ്ഞതുപോലെ നിങ്ങളുടെ നാട്ടിൽ പ്രാക്ടീസ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നു. എന്താ? എന്തോ ഒരു വല്ലായ്മ. ഡാക്ടറെ വിളിക്കട്ടെ? ഓ, അതിനുള്ള കാര്യമൊന്നുമില്ല. എന്നാ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇപ്പൊ ഒന്നും വേണ്ട, നീ എഴുത്തൊന്ന് വായിക്കേ. വായിക്കേ. എനിക്ക് ആ ഗവേഷണം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ഗവേഷണം? പാമ്പ് വിഷത്തിനുള്ള ഒരു പ്രത്യൗഷധം. എന്താ വല്ലായ്മ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, നീ വായിക്കേ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഡിസ്പെൻസറിയും ലാബറട്ടറിയും പൂർത്തിയാകുമെന്ന് കരുതുന്നു. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുമല്ലോ. നമ്മൾ എന്ത് സഹായം ചെയ്യാനാ? ഒന്നുമില്ലേ, സ്ഥലപരിചയമില്ലാത്ത ഒരാൾ ആദ്യമായി വന്നാൽ. സ്നേഹിതനും മിസ്സസിനും കുട്ടികൾക്കും സൗഖ്യമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചായിരിക്കും പാവം. അങ്ങനെ വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നൊന്നുമില്ലേ? ക്രിസ്മസ് മംഗളങ്ങൾ. അടുത്ത ക്രിസ്മസ് നമുക്കൊന്നിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് ഡോക്ടർ മാത്യൂസ്. ആരാണ് ഡോക്ടർ മാത്യൂസ്? നമ്മുടെ വലിയടത്ത് വരയിച്ചനല്ലേ, അദ്ദേഹം പഠിപ്പിച്ച് മിടുക്കനാക്കിയ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? ഞങ്ങളുടെ കുടുംബവും മാത്യൂസിന്റെ കുടുംബവും തമ്മിൽ വളരെ കാലത്തെ പരിചയമുണ്ട്. എനിക്ക് വലിയ കാര്യമാണ് മാത്യൂസിന്. ആൾ വളരെ ബുദ്ധിമാനും വല്ലവനുമാണ്. അമ്മേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നിടത്ത് അമ്മ കൂടെ വരണം കേട്ടോ. അമ്മ എന്നും കുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒക്കുന്ന കാര്യമാണോ മോനെ? അങ്ങനെ അല്ലമ്മേ, അമ്മ കൂടെ വരണം. ഞാൻ ഇതൊക്കെ ഇട്ടും വെച്ച് നിന്റെ കൂടെ വരാൻ ഒക്കുമോ? എനിക്ക് ഇവിടെങ്ങാൻ ഒരു ഡിസ്പെൻസറി തുടങ്ങിയാ പോരെ? ഡിസ്പെൻസറി തുടങ്ങുന്നതിനേക്കാളും അത്യാവശ്യം ഗവേഷണമാണ്. അത് അപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. മേലാൽ ആരും പാമ്പ് കടിയേറ്റ് മരിക്കരുത്. ആ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണമ്മേ. എന്നാ നീ ചെന്ന് വറീച്ചിനെ കണ്ടു പറയണം. അല്ല, അത് അന്നേ ഞാൻ പറഞ്ഞതാ. എന്തോന്നാ നീ അന്നേ പറഞ്ഞത്? ഞാൻ പറയുന്നതിന് എന്നാ വിലയാ ഇവിടെ? ഞാൻ രണ്ടാം ഭാര്യയല്ലേ. എല്ലാരും പറഞ്ഞ രണ്ടാം കെട്ടുകാരൻ്റെ കൂടെ പോകണ്ടെന്ന്. പിന്നെ എന്തിനാ പോകുന്നത്? ഈ മനുഷ്യനോട് ആരാ വർത്താനം പറയുന്നു? വർത്തമാനം പറയാൻ നിന്നെ വിളിച്ചോ? അവൻ ഇന്നങ്ങാട്ട് ഉദ്യോഗത്തിന് പോവാണെന്ന്. എടാ, പരീക്ഷ പാസ്സായി വന്നാൽ പിന്നെ പ്രാക്ടീസ് തുടങ്ങണ്ടേ? എന്നിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ചോ, ഇങ്ങനെ ഇരിക്കും വല്ലവനും ഗുണം ചെയ്താൽ? നീ പറയുന്നത് എന്താണെന്ന് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലേ? അവന് വേണ്ടി ചെലവാക്കിയ പണം ഇങ്ങ് വാങ്ങിക്കണം. എന്നിട്ടോ നമ്മുടെ ഗ്രേസി മോളെ, എന്റെ മോളല്ലല്ലോ, എന്നാൽ എന്റെ മോളായിട്ട് തന്നെ ഞാൻ അവളെ കരുതുന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞ കൊച്ചനെ കൊണ്ട് അവളെ കെട്ടിച്ചാ മതിയെന്ന്. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. വേറൊന്നും പറയാനില്ലല്ലോ. ഇനി നിനക്ക് പോകാം. അവളെ വേറൊരു ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. മാത്യൂസും ഗ്രേസിയുമായുള്ള വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടു പോയതാണ്. ഗ്രേസി എങ്കിലും ഒരു കാര്യം ചെയ്യും, എന്നെ നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഞാൻ പറയുന്നൊന്നും നടക്കുകയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ പൊറുക്കുന്നത്? എന്നാൽ നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഗ്രേസി എവിടെ? ഗ്രേസി, എടാ ഫ്രഞ്ചു. എന്തോ? ഗ്രേസി എവിടെടാ? തോട്ടത്തിലുണ്ട്. ഇന്ന് സ്വല്പം സുന്ദരിയായിട്ടാണല്ലോ. എന്താ? ഞാൻ വിദേശത്ത് പോവുക. അയ്യോ, ചതിക്കല്ലേ. അവിടുത്തെ മദാമ്മമാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു കാണാമല്ലോ. ഇങ്ങനെ ഇരിക്കും, കൈഞ്ഞോട്ട് തരും. കെട്ടി കഴിഞ്ഞിരിക്കും. ഇങ്ങനെയാണോ മദാമ്മമാരെ കിട്ടുന്നത്? കൊള്ളാം. ഏതായാലും അവരുടെ വലയിലൊന്നും കുടുങ്ങാതെ എത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തു പറയാനാ, അവിടെ എനിക്ക് എന്ത് ഡിമാൻഡാണെന്നറിയാമോ? എന്റെ വില 10,000 മുതൽ പടിപടിയായി കൂടി 1,00,000 പവൻ വരെ എത്തിയതല്ലേ. പിന്നെ ഒരു നാടൻ പെണ്ണിനെ ഉദ്ദേശിച്ച അതിനെന്താ, ഞാൻ ലേലം വിളിച്ചേക്കാം. കൂടുതൽ പണം പിടിച്ചോട്ടെ. 1 തരം, 2 തരം, സ്ഥിരപ്പെടുത്താൻ പോകുന്നു 3 തരം. അയ്യോ, ഈ വിളിയെല്ലാം വിളിച്ചിട്ട് ലേലത്തിൽ പിടിക്കാൻ ഒരു മനുഷ്യരില്ലല്ലോ. അപ്പോ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് തന്നെ ഇരിക്കട്ടെ. മോനെ, വറീച്ചൻ എന്താ പറഞ്ഞു? ഞാൻ കണ്ടില്ലമ്മേ. അതെന്താടാ ഈ നന്ദികേട് കാണിക്കുന്നത്? അങ്ങനെയല്ലേ നിനക്ക് വേണ്ടി പണമൊക്കെ ചിലവാക്കി നിന്നെ പഠിപ്പിച്ചത്? നിന്റെ അപ്പം മരിക്കുമ്പോൾ നിന്നെ വറീച്ചന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഗ്രേസിയെ നീ കല്യാണം കഴിക്കണമെന്ന് നിന്റെ അപ്പന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ വാ, നമുക്കിപ്പൊ തന്നെ അങ്ങേരെ ഒന്ന് പോയി കാണണം. അമ്മ ചെല്ല, ഞാനിതാ വരുന്നു.
ആനി വന്നു പറഞ്ഞില്ല. അധികം നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ചെന്ന് ചായ കൊണ്ടുവരാം. ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒരു ഇൻഷുറൻസിൽ ചേരാൻ നിശ്ചയിച്ചു. ഒരു 50,000 രൂപയ്ക്ക്. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണമുണ്ട്. എന്താ? ഒരുപക്ഷേ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ മരിച്ചു പോയാൽ നിനക്ക്... ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങ് മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ അത്ര കണ്ട് പാപിയാണെന്ന് വിചാരിച്ചോ? ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആനി, ഇതെന്ത് കഷ്ടമാണ്. ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇങ്ങനെ കരച്ചിലും പിടിച്ചിലുമായ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേസ് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തലച്ചുറ്റലുണ്ടായി. എന്നിട്ട് എന്താണ് എന്നോട് വിവരം പറയാഞ്ഞത്? സാരമില്ലായിരുന്നു. അതിനു മുമ്പും ഒരിക്കൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് ദേഹം ഒന്ന് പരിശോധിപ്പിക്കണം. മുമ്പ് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴേ പറഞ്ഞതാ. അന്ന് ആ ക്രിസ്മസിന്. എനിക്കങ്ങനെ ഭയപ്പെടത്തക്ക സുഖക്കേടൊന്നുമില്ല. എന്നാലും വരട്ടെ, താമസിയാതെ നമ്മുടെ സ്വന്തം ഡോക്ടർ മാത്യൂസ് ഇവിടെ വരും. അദ്ദേഹം വന്നിട്ട് നമുക്കൊന്ന് പരിശോധിപ്പിക്കാം. ഈ സൂക്കേടും വെച്ചുകൊണ്ട് അത്രയും നാൾ കാത്തിരിക്കാനോ? മാത്രമല്ല കുറെ കൂടി പരിചയമുള്ള ഡോക്ടറല്ലേ നല്ലത്. നിനക്ക് മാത്യൂസിനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും അസുഖം ഒന്നും കൂടാതെ നോക്കണം. മാത്തുക്കുട്ടി എപ്പോഴാ പോകുന്നത് അന്നമ്മേ? അവന് പണം വല്ലതും വേണമെങ്കിൽ... പണം നന്ദി എന്ന 2 അക്ഷരമുണ്ടല്ലോ, അതിന് MBBS-നേക്കാൾ വിലയുണ്ടെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ പഠിത്തമൊന്നും ഇല്ലേലും ഒരു 10-12,000 രൂപയോളം വെറുതെ അവന് വേണ്ടി ഇവിടെ ചിലവില്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ത്രേസ്യമ്മേ. അതൊന്നും വെറുതെ ആകത്തില്ല. ഇല്ല, ആ പണം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോണ്ടാ മതി. ഒന്നും നഷ്ടപ്പെടത്തില്ല. എന്റെ മോൻ അങ്ങനെ നന്ദി കെട്ടവനാകുകയില്ല. ഇല്ലില്ല. നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ? ഓ, പറയുമ്പോൾ എനിക്കിവിടെ സ്ഥാനമൊന്നും ഇല്ലല്ലോ. അന്നമ്മയുടെ ഭർത്താവും ഞാനും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തെ കരുതിയാണ് നിങ്ങളുടെ മകനെ ഞാൻ ഈ നിലയിൽ എത്തിച്ചത്. അവനെ ഞാൻ ഇന്നും എന്റെ മകനെ പോലാണ് കരുതുന്നത്. അതിനെന്താ, അവനിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റുകുറ്റവും വരില്ല പറയിച്ച. പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രേസിയും അവനുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ നടക്കും. ഇപ്പൊ അവരെന്തോ ഒരു പരീക്ഷണം നടത്താൻ പോവാണെന്ന് പറയുന്നത് കേട്ടു. നടക്കട്ടെ, എല്ലാം ഒരു പരീക്ഷണം തന്നെ. അമ്മ പറഞ്ഞു കാണുമല്ലോ, ഞാൻ പ്രാക്ടീസ് തുടങ്ങാൻ പോവുകയാണ്. മാത്തുക്കുട്ടി, നീ നന്നായി വന്നാൽ മതി. എന്നോട് ചില കടപ്പാട് നിനക്കുണ്ടെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായും ഉണ്ട്. എന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാൻ മറിയിച്ചനാണ് കാണുന്നത്. എനിക്ക് ആൺമക്കളില്ലാത്തതിന്റെ കുറവ് നീ പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനൊരിക്കലും തെറ്റുവരികയില്ല. എനിക്ക് പെൺമക്കളില്ലാത്തതിന് ദൈവം എനിക്ക് തന്ന മകളാണ് എന്റെ ഗ്രേസി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിൽക്ക്. നീ നേരത്തെ വന്ന് പറയേണ്ടതായിരുന്നു. പറയിച്ച സ്വല്പം പരിഭവത്തിലാ. ഞാൻ പറഞ്ഞോളാം അമ്മേ. ഇതിരിക്കട്ടെ. ഡിസ്പെൻസറിക്ക് വേണ്ട സാമഗ്രികളെല്ലാം ആയോ? മിക്കവാറും ഒക്കെ ആയി. ഇനിയും പണത്തിന് ആവശ്യം വല്ലതുണ്ടെങ്കിൽ എന്റെ പേർക്ക് എഴുതണം കേട്ടോ. കഴിയുന്നത് ഇവിടെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കാം. നമ്മുടെ ജാർജ് വക്കീൽ വളരെ നല്ല മനുഷ്യനാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും അദ്ദേഹം സാധിച്ചു തരും. ഞാനും അദ്ദേഹത്തിന് എഴുത്തയച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്നെ കീറിക്കൊണ്ടോ ഈ പണമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ? ഇതൊക്കെ വെറുതെ കിട്ടിയതാണോ? അല്ല, നോക്കണേ, ഒരു കാട്ടായ ഈ പണമൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ട. ഈ കാര്യത്തിന് നിന്റെ ഉപദേശം ഒന്നും വേണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? അല്ലേലും എനിക്കിവിടെ സ്ഥാനമൊന്നും ഇല്ലല്ലോ. കുറച്ച് ചൂട് പിടിക്കാൻ വന്നതാ. ഇപ്പൊ സൗകര്യപ്പെടത്തില്ല. ഉച്ച കഴിഞ്ഞിട്ടോ. എടാ കള്ള, നിന്റെ കട്ടിലേറ്റ് ഇനിയാണ് അവസാനിക്കും. എന്നാ തിന്നോ? നിന്നെ ഇനിയാണ്
നീ അത്രയ്ക്കാണോ നിന്നോ വേഗമാറ്റി ഗ്രേസി, ഇപ്പൊ പോയെങ്കിലേ വണ്ടി കിട്ടുകയുള്ളൂ. അവിടെ ചെന്നടന്നെ എഴുത്തയക്കണേ. അതിനെന്താ, ദിവസം 2 എഴുത്ത് വീതം അയച്ചേക്കാം, പോരെ? ഗ്രേസി, ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ പോരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് അമ്മയെ കൂടെ നോക്കിക്കോണേ. മോനെ, പിന്നെ ഒരു കാര്യം, നീ പാവങ്ങളോടൊന്നും പണം വാങ്ങിക്കരുത്. എല്ലാരോടും കരുണയായിട്ടും സ്നേഹമായിട്ടും പെരുമാറണം. ശരിയമ്മേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓ, സാരമില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ഡാക്ടറെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഡാക്ടറെ ഇങ്ങോട്ട് വരുത്താം. അതിനൊക്കെ സൂക്കേടൊന്നുമില്ല. അല്പം ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് ആ ഇൻഷുറൻസ് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിൽ ചേർത്തില്ല. അയാൾ മരുന്നിന് എഴുതി തന്നു. പക്ഷെ മരുന്നിന് വലിയ ഗുണമില്ല. ഇൻഷുറൻസും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിപ്പൊ തന്നെ പോയി ഒരു നല്ല ഡോക്ടറെ കാണാം. ഓ, അദ്ദേഹം വരുന്നുണ്ട്. ആരാ? നമ്മുടെ ഡോക്ടർ മാത്യൂസ്. അദ്ദേഹം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്കിപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട. വേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. അതുകൊണ്ടല്ല, ഏതായാലും ഡോക്ടർ മാത്യൂസ് നാളെ വരുന്നുണ്ടല്ലോ. വരട്ടെ. നമുക്ക് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് സ്വീകരിക്കാം. അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? എത്ര കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഇതെന്റെ മിസ്സസ് ആനി. പുതിയ ഒരു വണ്ടി പിടിച്ചോണ്ട് ലഗേജ് എല്ലാം കയറ്റി വേഗം. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ വന്നിരുന്നു. ഇപ്പൊ വർഷങ്ങൾ കുറെ ആയല്ലോ. 6 വർഷം കഴിഞ്ഞു. കുട്ടികൾ ആണെത്ര പെണ്ണെത്ര? ആണും പെണ്ണുമായി ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇവിടെ വെച്ചോ. എന്താ മിസ്സസ് പറയുന്നത്? ഒന്നുമില്ല. എന്നാ വർത്തമാനമല്ല, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പുറപ്പെടാം. പുതിയ എന്റെ ഹാറ്റ് വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തു പോരെ. എടാ, ഹാറ്റ് എന്ന് വെച്ചാൽ തൊപ്പി മണ്ട. മറിയച്ചനും മറ്റും സൗഖ്യമാണല്ലോ. അതെ. മാത്യൂസിന്റെ വിവാഹം ഒന്നും ആയില്ല. ആയെങ്കിലും ഇവിടെ അറിയിക്കാതിരിക്കൂ. അപ്പോ ഡിസ്പെൻസറിയും ലാബറട്ടറിയും ഒക്കെ ശരിപ്പെട്ടോ? ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അയാൾ അതൊക്കെ ഇപ്പൊ ശരിപ്പെടുത്തി കാണും. എന്നാൽ കഴിവുള്ള എല്ലാ സഹായങ്ങളും ഡോക്ടർക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം സാധിച്ചു തന്നാൽ വലിയ ഉപകാരമായി. എന്താണ്? ഒരു വേലക്കാരന് വേണം, വിശ്വസ്തനും സമർത്ഥനുമായിരിക്കും. നല്ല പരിചയമുള്ള ആളാണെങ്കിൽ വളരെ നല്ലത്. നോക്കട്ടെ. അനിമ, എന്റെ അമൃതന്റെ കാര്യം, അനിമയ്ക്ക് പുണ്യം കിട്ടും. നമ്മുടെ ആ തോമായി. അതെ, തക്കതായ ആളെ ഞാൻ ഏർപ്പെടുത്തി തരാം. നാളെ തന്നെ അയച്ചേക്കാം. എങ്കിൽ വലിയ ഉപകാരം. ചായ കുറച്ചുകൂടെ. താങ്ക്സ്. ആതിഥ്യം കൊണ്ട് നിങ്ങൾ എന്നെ ശ്വാസം മുട്ടിക്കുമല്ലോ. ഇനിയും ഉണ്ടല്ലോ സമയം. ഞാനൊരു നിത്യ വിരുന്നുകാരനായേക്കാം. ഒടുവിൽ നിങ്ങൾ തന്നെ പറയും മതിയേ മതിയെന്ന്. അതൊരിക്കലും ഉണ്ടാവും. അപ്പോ ഇത് വാടിപ്പോയല്ലോ. ഞാൻ വേറൊരു പൂ കൊണ്ടുവരാൻ പറയാം. ആനി, സൂക്കേടിന്റെ കാര്യം ഒന്ന് പറയണ്ടേ? അദ്ദേഹം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നാളെ സൗകര്യമായി ചെന്ന് കാണാം. അത് മതി. എന്താ? അല്ല, ഞാൻ നാളെ അങ്ങോട്ട് വരാം. വരണം. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അത് വേണ്ട, ഇവിടുന്ന് കൊടുത്തേക്കാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. താങ്ക്സ്. എനിക്ക് പൂ വളരെ ഇഷ്ടമാണ്. ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. തീർച്ചയായും.
പറഞ്ഞു. പിന്നെ ജോലിക്ക് പോകണ്ടേ? എന്നാ ജോലിക്കാടി? എന്നാ ജോലിക്കെന്നാ? വക്കീലത്തിന് എഴുത്തു വന്ന കാര്യം ഉറക്കത്തിൽ നടന്നു പോയാ വേഗം തന്നെ. ഞാൻ പോണോ? ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ട് ഇവിടെ അങ്ങനെ ഇരുന്നോളാം. ദൈവമേ, ഇത് ഞാൻ എന്നാ ചെയ്യാനാ? എഴുന്നേപ്പിക്കാമെന്ന് ഞാനങ്ങ് നോക്കട്ടെ. അങ്ങനെ മര്യാദയ്ക്ക് എഴുന്നേക്കോ. ഈ എഴുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. എങ്ങോട്ടാ? ഡാക്ടർമാരുടെ അടുത്തേക്ക്. എനിക്കെന്നാ സൂക്കേടാ? സൂക്കേട് നല്ലത്. പിന്നെ ജോലിക്കാ. എന്നാ ജോലിയാ? അതവിടെ ചെല്ലുമ്പോഴേ അറിയുന്നത്. എന്റെ പൊന്നു മറിയമ്മ, അവരെന്നെ കുത്തിവെച്ച് ഞാനങ്ങ് ചത്തുപോവുകയാണെങ്കിൽ നിനക്കും നിന്റെ കൊച്ചിനും പിന്നെ ആരുണ്ടടി മറിയെ? ഞാൻ പോകുന്നില്ല. എനിക്ക് വരുന്നുണ്ടോ? എനിക്ക് വരാനേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് പോ. ഇയാൾ ഡിസ്പെൻസറിലേക്ക് വിളിച്ചോണ്ട് പോകും. ഞാനിതാ വരുന്നു. വരണം വരണം. ഇരിക്കണം. അപ്പോ രോഗികളൊക്കെ വന്നു തുടങ്ങി. അറിഞ്ഞും കേട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. പത്രങ്ങളിലൊക്കെ ഒന്ന് പരസ്യം ചെയ്യേണ്ടതായിരുന്നു. സമർത്ഥരായ ഡാക്ടർമാർക്ക് പരസ്യമുണ്ട്. അത് വാസ്തവം. പിന്നെ ഞാനും ഒരു രോഗിയാണെന്ന വിവരം മാത്യൂസ് അറിഞ്ഞാണേ ഇല്ല. ഡോക്ടർ വന്നിട്ട് ചികിത്സയ്ക്കുള്ളെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്താണ് അസുഖം? ഉടനെ തന്നെ പരിശോധിക്കാം. എന്നിട്ട് ഇന്നലെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? വന്ന ഉടനെ തന്നെ എങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ച. അത് കൊള്ളാം. വരണം. അവിടെ ഇരിക്കാമല്ലോ. സൂസി, നിനക്ക് ഇവിടെയാണോ ജോലി? അതെ. ആനിയൻ എന്താ വന്നത്? അദ്ദേഹത്തിന് നല്ല സുഖമില്ല. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സൂസി, ഈ ഡോക്ടർ ചികിത്സയ്ക്ക് മിടുക്കനാണോ? ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എങ്കിലും മിടുക്കനാണെന്നാ തോന്നുന്നേ. ആനിയമ്മയ്ക്ക് ഇവിടെ ഇരിക്കാമല്ലോ. വേണ്ട, ഞാൻ അങ്ങോട്ട് പോവുക. ഞാൻ പോകട്ടെ. പൂർണ്ണമായ വിശ്രമമാണ് ആവശ്യം. വേഗം സുഖമാകുമോ ഡോക്ടർ? ഈ രോഗം എത്രയും വേഗം ഭേദപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ഞങ്ങൾ എന്നും ഡോക്ടറോട് കടപ്പെട്ടവരായിരിക്കും. അത് എന്റെയും കൂടെ കടമയാണല്ലോ. എങ്കിലും എത്ര നാൾ വേണ്ടിവരും? അത് ഇപ്പോഴെങ്ങനെ തീർച്ച പറയാൻ സാധിക്കും? 6-7 മാസം മുമ്പ് ക്രിസ്മസ് രാത്രിയിലാണ് ആദ്യമായി ഇതിന്റെ ലക്ഷണം കണ്ടത്. എന്നാൽ ഇനിയത്തെ ക്രിസ്മസ് രാത്രിക്ക് മുൻപ് എന്റെ സ്നേഹിതൻ പൂർണ്ണ ആരോഗ്യവാനാവും. ഇനി ഇവിടെ താമസിക്കാൻ മറ്റോ വേണം? വേണ്ട, ഞാൻ വീട്ടിൽ വന്ന് ചികിത്സിച്ചോളാം. ദേഹം ഇളക്കരുത്. ആഹാരമെല്ലാം നിയന്ത്രിക്കണം. ഈ മരുന്ന് ദിവസം 3 നേരം 1 ഔൺസ് വീതം കഴിക്കണം. വേറൊന്നും വിചാരിക്കരുത്. ഇത് മരുന്ന് വിലയായി കണക്കാക്കിയാൽ മതി. അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്നേഹിതന്റെ സുഖക്കേട് ഞാൻ പൂർണ്ണമായി നീക്കിത്തരാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. പിന്നെ വന്ന് കണ്ടുകൊള്ളാം. ഇതെന്റെ അസിസ്റ്റന്റ് ഡോക്ടർ ഫിലിപ്പ്. ഇത് മിസ്റ്റർ ജോർജ്, അഡ്വക്കേറ്റ്. കേട്ടിട്ടുണ്ട്. ഈ മരുന്ന് ഡിസ്പെൻസറിന്റെ അടുത്ത് കൊടുക്കാൻ പറയണം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് വരാൻ വൈകാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴോ? കർത്താവേ, ഇതൊരു പാടായല്ലോ. ഇങ്ങോട്ട് വരാനെ കൊണ്ട് ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ പൊന്നു പറയല്ലേ, നീ എന്റെ കയ്യെന്ന് ഞാനങ്ങ് നടന്നോളാം. നമുക്ക് വേഗം അങ്ങ് ചെല്ലണം കേട്ടോ. അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. കർത്താവേ, ഇതൊരു പാടായല്ലോ. ഇറക്കും, കൊമ്പ് കിറക്കും. പുലാനിട്ട് വെട്ട അങ്ങനെ പിടി. ചീട്ട് കളിക്കാൻ കണ്ട സമയം പറയുന്നത്. ചുമ്മാ ഇങ്ങോട്ട് പോ. അങ്ങോട്ടേന്ന് എഴുത്തുകൊണ്ട് കൊടുക്കും. ചെല്ലേ.
പൊന്നു മാളാരെ, ഈ നിൽക്കുന്ന സാധനം എന്റെ കെട്ടിയോളാണ്. എടി, പാമ്പിനെ കൊണ്ട് കൊത്തിക്കാനാണോടി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്? എനിക്ക് ചിലവ് തരാൻ കഴിയണെങ്കിൽ അത് പറഞ്ഞേക്കാൻ പോരായിരുന്നു. ഞാൻ ചത്തോളാം. എന്നാലും ഞാൻ പാമ്പിന്റെ കടി കൊണ്ട് ഞാൻ ചാകുകയല്ലടി. ഒരു മനുഷ്യന്റെ വർത്താനം കേട്ടു. നിന്നെ കൊല്ലും, നോക്കിക്കോ. എന്റെ പൊന്നേമാൻ. ഓഹോ, ജോർജ് പറഞ്ഞ അയച്ചാണല്ലേ? വരും. ചെല്ലാൻ അങ്ങോട്ട്. ഞാൻ വരുന്നില്ല. എടി, ഞാൻ ചാകുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എന്റെ കർത്താവെ, ചാകാനല്ലെന്ന്. ചെല്ല്, ഞാൻ പോട്ടെ. ആനിയമ്മ കാത്തിരിക്കും. എന്നെ തന്നെ ഇട്ടു പോവാണ്. പൊയ്ക്കോ. എനിക്ക് എഴുത്തൊന്നുമില്ലേ? ഇല്ല. മോന്റെ എഴുത്താണോ അമ്മമ്മേ? ആയിരിക്കും മോളെ. ഇതൊന്ന് വായിക്കും. പ്രിയപ്പെട്ട അമ്മച്ചിക്ക്, ഞാൻ സസുഖം ഇവിടെ എത്തി. ഡിസ്പെൻസറി തുടങ്ങി. ഈ നാട്ടുകാർക്കെല്ലാം എന്നെ വളരെ തൃപ്തിയാണ്. അഡ്വക്കേറ്റ് ജോർജ് എനിക്ക് വലിയൊരു സഹായമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. അവർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. എന്റെ പരീക്ഷണം തുടരുന്നു. അതിലാണ് കൂടുതൽ ശ്രദ്ധ. എന്റെ പരീക്ഷണം വിജയിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ. പരീക്ഷണം ഇതാ. എന്താ മോളെ? ഒന്നുമില്ല. മോക്ക് അവൻ എഴുത്തയച്ചില്ലേ? ഇവൻ എന്തൊരു മനുഷ്യനാ. ജോലി തിരക്കൊണ്ടായിരിക്കും. നീ അങ്ങോട്ട് അയച്ചില്ലയോ? പിന്നെ അയച്ചില്ലേ? ഞാൻ എത്ര എഴുത്തയച്ചു. ഇനി മേൽവിലാസം തെറ്റിപ്പോയതോ മറ്റാണോ? ഞാനല്ലേ അമ്മയുടെ എഴുത്തിന് മേൽവിലാസം എഴുതിയത്. എന്നിട്ട് എന്റെ എഴുത്തിന് മാത്രമേ മേൽവിലാസം തെറ്റുകയുള്ളൂ. അതൊന്നും അല്ല, സ്നേഹിക്കാൻ അവിടെ വേറെ ആളുണ്ടെന്ന്. മോളെ ഗ്രേസി, അദ്ദേഹം വരുന്നുണ്ട്. ഡാക്ടർ. സ്നേഹിതൻ അയച്ചു തന്ന ആള് കേമൻ. ആര്? തോമായോ? അതെ, പാമ്പുകളെ കണ്ടപ്പോ തീരുന്നൊരു ഓട്ടം. ആള് പാവമാണ് കേട്ടോ. അത് കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. മരുന്ന് കുടിച്ചിട്ട് ആശ്വാസം തോന്നുന്നുണ്ട്. നീ കാറ്റും പിള്ളേരും എല്ലാം വേഗം എടുത്തു വയ്ക്കും. രാത്രി ശരിക്കും ഉറങ്ങുന്നുണ്ടല്ലോ. പകൽ ഒട്ടും ഉറങ്ങരുത്. രാത്രിയിൽ ഉറക്കം ഇളക്കിയേ. പ്രതിഫലമോ വാങ്ങുകയില്ല. കാപ്പി തീർച്ചയായും. ഡാക്ടർ തോമാരുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. എന്താ ഡാക്ടർ ചിരിക്കുന്നത്? ആള് ജോലിക്ക് കിട്ടിയില്ലേ? അതല്ല, ഇഷ്ടം പാമ്പുകളെ കണ്ടതും പേടിച്ചോടി ഹോസ്പിറ്റലിലുള്ള രോഗികളെ മുഴുവൻ വിറപ്പിച്ചു. ആള് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര മനോഹരമായ ചിരി. ലോകത്തിലുള്ള സൗന്ദര്യം മുഴുവൻ ഈ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കും. ഡാക്ടർ കവിത എഴുതാറുണ്ടോ? ഈ ചിരി കണ്ടാൽ ആർക്കാണ് കവിത വരാൻ? ഈ പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് മധുര പലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യണം കേട്ടോ. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം. എങ്ങും ഇറങ്ങി നടക്കരുത്. സ്മോക്കിംഗ് പാടില്ല. അതൊന്ന് പ്രത്യേകം പറയണം ഡാക്ടർ. സിഗരറ്റിൽ അല്പം കൂടുതലാണ്. അത് പാടില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നാളെ വരാം. എന്താ? ഒന്നുമില്ല. ഗ്രേസി അകത്തുണ്ടോ? ഇല്ലേ. അവന്റെ എഴുത്ത് വന്നു. ആത്തുക്കുട്ടിയുടെ. എനിക്കൊന്നും കേക്കണ്ട. എന്നിട്ട് അവൻ എന്തോന്നാ പറയുന്നേ? നിനക്ക് കേൾക്കണ്ടല്ലോ. കേക്കട്ടെ. അവൻ ഉടനെ വരും. ക്രിസ്തുമസിന് മുമ്പ് കല്യാണം നടത്താമെന്ന്. അവന്റെ കൽപ്പനയാണോ? കേൾക്ക്, അവന് കുറച്ച് പണം കൂടി അയച്ചു കൊടുക്കണമെന്ന്. തരക്കേടില്ല. അവൻ ഈ ഡോക്ടർ പണിക്ക് കിട്ടുന്ന പണമൊക്കെ ആർക്കാ കൊടുക്കുന്നേ? പല പെണ്ണുങ്ങൾക്കും. എന്നിട്ട് നമ്മൾ ഇനിയും പണം അയച്ചു കൊടുക്കണമെന്ന്. കൊടുക്കണ്ടേ? ഒരു കാശ് പോലും അയച്ചു കൊടുക്കണ്ട. എന്നാലാ നീ ആ ചെക്ക് ബുക്ക് ഇങ്ങോട്ട് എടുക്കാൻ. എന്റെ കർത്താവേ,
ഞാനല്ലോ ആ കാരണവര് വന്നിരുന്നു ഗ്രേസിയുടെ കല്യാണം ആലോചിക്കാൻ. ആഹാ, വന്നിരുന്നു. എന്നാൽ ഇനിയും വരികയാണെങ്കിൽ നല്ലതുപോലെ ഊണും കാപ്പിയും ഒക്കെ കൊടുത്തങ്ങ് പറഞ്ഞയച്ചേക്കണം കേട്ടോ. ഇടവിടെ ഇവിടെ ആര് പറഞ്ഞെടുക്കാൻ മര്യാദ കേട്ടോ. ആനി ആനി വല്ല കേക്കോ ബിസ്ക്കറ്റോ ജയിച്ചു കൊടുത്തയക്കുന്നതിന് പകരം ഈ ചീപ്പപ്പോ ഇലയപ്പം കൊടുത്തയച്ചാൽ ആക്ഷതയും തിന്നോ വെച്ചമ്മേ. അദ്ദേഹത്തിന് ഇതാണ് ഇഷ്ടം. ഇന്നാൾ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോൾ പറയുക ഞാൻ ചെയ്യുന്ന പലഹാരങ്ങൾക്ക് നല്ല രുചിയുണ്ടെന്ന്. അത് നേരെ ആഞ്ഞമ്മേ. ജീവപലഹാരങ്ങളിൽ നിന്ന് അദ്ദേഹം അടുത്ത് കാണും. നീ പോകുന്ന വഴി നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറെ നല്ല റോസാപ്പൂ കുറച്ചുകൊണ്ട് പോകണം. അദ്ദേഹത്തിന് പൂക്കൾ വലിയ ഇഷ്ടമാണ്. ഡാക്ടർ അദ്ദേഹത്തിന് കൊച്ചമ്മ നന്നായിട്ടതാ. അദ്ദേഹത്തിന് മധുരം വലിയ ഇഷ്ടമാണ് എന്ന് കൊച്ചമ്മ പറഞ്ഞോ? ഓ, മധുരം വലിയ ഇഷ്ടമാണ്. ജയമാനാരാണ് സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നത്. ആ ചെല്ല് ചെല്ല്, വല്ല പലഹാരങ്ങളുമായിരിക്കും. എന്താ ഡോക്ടർണ്ടാ? അതേവിടെ ഇല്ല, വെളിയിൽ പോയിരിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. ഇത് നല്ല ഇനമാണോ? ആവശ്യത്തിനുള്ള വിഷം കിട്ടുമോ? പുതിയ പാമ്പാണോ? ആവശ്യത്തിന് വിഷം കിടക്കാം. ആ, പാമ്പ് കൊഞ്ചം കയറിട്ടോ. ആ, കാർ പിടിച്ചിട്ടോ? ആണോ ആണോ. അല്ല തോമാച്ചേട്ടാ, അവൻ അതോട് വച്ചേച്ച് പോയോ? അതെ, അവന്റെ പയറ്റിപ്പിഴപ്പല്ലേ. അതവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ? ഇതോ? ഇതാണ് പാമ്പിന്റെ ഗുട്ടൻസ്. നീ ഇത് കേട്ടിട്ടില്ലേ? നില്ലേ, ഞാനേ ഇത് കെട്ടിട്ടുണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ട് കേട്ടല്ല അവൻ ഇനി വെളിയിച്ചാണ്. എന്നാ പിടിച്ചു. അപ്പോ ഞാൻ എടുത്തോളായിരുന്നല്ലോ. സാരമില്ല. സൂക്കേട് കുറവുണ്ടല്ലോ ഡോക്ടർ? എന്താ സംശയം? ഒന്നുമില്ല. എങ്കിലും മുമ്പ് അദ്ദേഹത്തിന് എത്രയോ ശാന്ത സ്വഭാവമായിരുന്നു. ഇപ്പോ അത് ഈ സൂക്കേടിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. മുൻകോപവും ദുശാഠ്യവും കൂടും. സുബോധമില്ലാത്തവനെ പോലെ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അതൊന്നും കൂട്ടാക്കരുത്. ഡോക്ടർ ഞാൻ ആദ്യം വിചാരിച്ച പോലെയല്ല. അദ്ദേഹത്തിന്റെ മരുന്ന് ഫലിക്കുന്നുണ്ട്. അത് ഡാക്ടറോടുള്ള നിന്റെ മതിപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു. അതൊന്നും അല്ല, സൂക്കേട് കുറവുണ്ട്. കണ്ടറിയാമല്ലോ. കാണാതെയോ അറിയാം.
പാട്ട് പൂക്കൾ വളരെ ഇഷ്ടമാണ്. എന്തൊക്കെയാ പറയുന്നത്? ഞാനോ? ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയാ പിച്ചും പേയും പറയുന്നതെന്ന്? ഞാനൊന്നും പറഞ്ഞില്ല. ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. അവൾ ആ 3 നേരവും എനിക്ക് മരുന്ന് തന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ അമ്മ എന്റെ കൂടെ പോരാൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. അമ്മയുടെ ഇഷ്ടം. ആ കൊച്ചമ്മ പറഞ്ഞതാ ശരി. എങ്കിലും അങ്ങനെ ഇത്ര നന്ദി കിട്ടവനായി പോയല്ലോ. അവനെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. MBBS അപ്പുറം ഒരു പാഠം കൂടി. വള്ളം അങ്ങോട്ട് അടുപ്പിക്കണം. അയ്യോ, അതെന്തിനാ? എടാ, നാം ഇപ്പോൾ വീട്ടിലേക്കല്ല പോകുന്നത്. പിന്നെ എങ്ങോട്ടാ? അറക്കൽ ബംഗ്ലാവിലേക്ക്. ഗ്രേസിക്ക് ഒരു കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ ഇന്ന് വീട്ടിൽ കാല് കുത്തുകയുള്ളൂ. അത് തീർച്ച. വേഗം തുടയടാ. വേഗം ആകട്ട. അപ്പനെ കണ്ട് പറഞ്ഞിട്ട് പോയാ പോരെ? ഞാൻ ചെന്നിട്ട് എഴുതി അറിയിക്കാം. എനിക്ക് പോയിട്ട് വരും. എനിക്ക് എന്റെ കൊച്ചമ്മയാണ് പേടി. അവരപ്പന്റെ ഹൃദയത്തിൽ വിഷം നിറയ്ക്കുകയാണ്. വിഷം നീക്കുന്നതിനുള്ള യത്നത്തിലാണല്ലോ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. കളി തമാശ പറയാതെ. എന്റെ മനസ്സിലെ വേദനകൾ ഞാനല്ലേ അറിയുന്നുള്ളൂ. എല്ലാം ശരിപ്പെടും. സമാധാനമായിരിക്കും ഗ്രേസി. ക്രിസ്മസിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ എത്തിക്കൊള്ളാം. ഞാൻ വരട്ടെ. ക്രിസ്തുമസ് കഴിഞ്ഞാൽ ഉടൻ വിവാഹം. അതിനു മുമ്പ് അവനോട് പണം വാങ്ങിക്കണം. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത്? വെറുതെയുള്ള പണമെല്ലാം ചെലവാക്കി അവനെ ഡോക്ടറാക്കി. ഇനി എന്തിനക്കാര്യം പറയുന്നു? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. നല്ല അബദ്ധമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ നേരെ കടിച്ചു കൊല്ലാൻ വരുമായിരുന്നല്ലോ. എനിക്കെന്താ ഇവിടെ സ്ഥാനം? എന്നാ കേട്ടോ, നിങ്ങളോട് എല്ലാ രണ്ടാനമ്മമാരെയും പോലെ അല്ല ഞാൻ. എന്റെ സ്വന്തം മകളാണെങ്കിൽ തന്നെ എനിക്ക് അവളോട് ഇത്ര കണ്ട് സ്നേഹം തോന്നത്തില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ തന്നെ. എന്റെ നിശ്ചയത്തിന് ഒരു മാറ്റവും ഇല്ല. ഇതുകൊണ്ട് ഇപ്പൊ തന്നെ പോസ്റ്റ് ഇടണം കേട്ടോ. വളരെ അത്യാവശ്യമാണ്. ഓ, ഇപ്പോൾ തന്നെ ഇട്ടേക്കാം. ഫ്രഞ്ചു, എന്തെന്നാടാ നിന്റെ കയ്യിൽ? ഒരു എഴുത്ത്. ഇത് ഗ്രേസിയുടെ എഴുത്താണല്ലോ. ഓ, ഇനി ഗ്രേസി അയക്കുന്ന എഴുത്തൊക്കെ എന്നെ ഏൽപ്പിക്കണം. ഓ. നീ എവിടെ പോന്നതാ? ഗ്രേസിയമ്മയുടെ വിവരം പറയാം. എന്താന്ന്? ഇനി ആർക്കെങ്കിലും എഴുത്ത് എഴുതുകയാണെങ്കിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിങ് കൂടെ എഴുതണമെന്ന് പറയാം. എന്താണ്ടാ ഈ ഡ്യൂപ്ലിങ്? അതേ, ഈ 2 എഴുത്ത് എഴുതണമെന്ന്. ഒന്ന് ഒച്ചമ്മയ്ക്കും ഒന്ന് മേവിക്കും. മേരിയോ? അതെ, മേരിവിലാസക്കാരൻ. എടാ ഫ്രഞ്ചു, എന്താ? നിനക്ക് ഈ ക്രിസ്മസിന് 1 ഒരു സമ്മാനം തരുന്നുണ്ട്. പിന്നെ ഗ്രേസി അയക്കുന്ന എഴുത്തും ഗ്രേസിക്ക് വരുന്ന എഴുത്തും എല്ലാം എന്നെ ഏൽപ്പിക്കണം കേട്ടോ. അമ്മാമേ, അമ്മാമേ, എന്റെ കല്യാണ കാര്യമെല്ലാം ഉറപ്പിച്ചെന്ന് തോന്നുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നീ ആ വിവരം കാണിച്ച് അവൻ എഴുതിയില്ലേ? എഴുതി. ഒരു മറുപടിയും ഇല്ല. ഓരോ ദിവസം കഴിഞ്ഞ് പോകും തോറും എന്റെ മനസ്സിൽ തീ ആളുകയാണ്. എന്റെ അമ്മാമയല്ലേ, ഒന്ന് പറയും, ഞാൻ എന്ത് ചെയ്യണമെന്ന്. നീ ഇന്ന് തന്നെ എഴുത്ത് കിട്ടിയാൽ ഉടനെ വരണമെന്ന്. എന്ത് അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഉടനെ പുറപ്പെടണമെന്ന് എഴുത്. എടാ ഫ്രഞ്ചു, പറയിച്ചനുണ്ടോടാ അകത്ത്? എന്തിനാ? മോൻ വല്ല വിഷവും തന്നയച്ചിട്ടുണ്ടായിരുന്നു. പറയിച്ച, ഗ്രേസിയുടെ കല്യാണം വേറെ കണ്ടോ ഉറപ്പിച്ചെന്ന് കേട്ടു. എന്താ, എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കാൻ എനിക്ക് അധികാരമില്ലേ? പറയിച്ചിന് അധികാരമില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്റെ മകളുടെ കാര്യത്തിൽ എന്നേക്കാൾ താല്പര്യം നിങ്ങൾക്ക് വരാൻ കാര്യം എന്താ? നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ മകനോട് പറഞ്ഞേക്ക്, എന്നെ ആക്ഷേപിച്ച അവന്റെ പരീക്ഷണം ഇക്കുറി പരാജയപ്പെടാൻ പോവുകയാണെന്ന്. വലിയെടുത്ത് കുഞ്ഞുപരീക്ഷം കടിച്ചാൽ ആ വിഷം ഇറക്കാമെന്ന് അവന് നോക്കട്ടെ. പറയിച്ച, അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അവനോട് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ട ഘട്ടമെല്ലാം കഴിഞ്ഞു പോയ എന്റെ അമ്മേ. കുഞ്ഞു പറയിച്ച ദൈവത്തെ ഓർത്ത്. ഒരു ദൈവത്തെ ഓർമ്മക്കാരൻ. ഈ പെമ്പർന്നവരെ മോനെ ജയിലിൽ പിടിപ്പിക്കണം. എത്രായിരം രൂപയാ വെറുതെ കളഞ്ഞത്. റസ്യാമ്മേ, രൂപ കൊണ്ട് അളക്കാവുന്നതാണോ മനുഷ്യർ തമ്മിലുള്ള ബന്ധം? MBBS കാരൻ പഠിപ്പിച്ചായിരിക്കും ഈ തത്വമൊക്കെ. എന്നാൽ അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. അന്നമ്മേ, ഒരു പൊന്നമ്മ ആണ്ട കണ്ടോ, ഞാൻ മൃതാക്കാരിയായല്ലോ. അല്ലെങ്കിൽ എനിക്കിവിടെ സ്ഥാനമൊന്നുമില്ലല്ലോ. ഗ്രേസിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ക്രിസ്തുമസ് കഴിഞ്ഞാൽ ഉടൻ അത് നടത്തും. അത് നിശ്ചയിച്ചു തന്നെ. പിന്നെ നിങ്ങളുടെ മകന് വേണ്ടി ചിലവാക്കിയ പണം അത് ഞാൻ വാങ്ങിച്ചു. അവന്റെ ഒരു പരീക്ഷണം. ഒരു പക്ഷേ അവൻ ജയിലിലായെന്നും വരും. എന്റെ പൊന്നു അറിയിച്ച ഒന്ന് പോന്നേ പെമ്പറന്നവരെ എന്റെ വീട്ടിൽ നിന്ന്.
നൃത്ത സംഗീത നാടകം. ആനെ, ഇന്ന് 7 മണിക്ക് ഒരു നല്ല മലയാള പ്രോഗ്രാം ഉണ്ട്. എടാ തോമ, എടാ പിതുപ്പ്, പോകണോ? എടാ ഊപ്പേ, നീ അത്രക്കായോ? നിന്റെ എല്ലാം ഒന്നും ഞാൻ തരികയില്ല. നീ തോമ എന്ത് വിചാരിക്കടാ? നിന്നെ ഞാൻ വെറുതെ പിടിയല്ല. അയ്യോ, ഡാക്ടറുടെ വേലക്കാരൻ തോമ. സ്വപ്നം കണ്ടാണെന്നാ തോന്നുന്നത്. ഇങ്ങനെ 5-6 സ്വപ്നം കണ്ടാ വീട്ടിൽ സാധനങ്ങളൊന്നും കാണത്തില്ലല്ലോ. ഇതുകൂടെ കുടിക്കണം. മതി. വേറൊരു ഡാക്ടറെ കൊണ്ട് ചികിത്സിപ്പിച്ചാൽ എന്തെന്നൊരു വിചാരം. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാ? ഈ ഡോക്ടർക്ക് എന്താ കുറ്റം? ഒരു കുറ്റവുമില്ല. നീ ഇത്തിരി പോ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. സുഖമായിട്ട് ഉറങ്ങണം. എന്നെ ആരും വിളിക്കരുത്. ആ, ഒരു കാര്യം ചെയ്തേക്കാം, ഡാക്ടർ വരണ്ടെന്ന് പറഞ്ഞേച്ചാൽ. അത് വേണ്ട, അദ്ദേഹം വരികയാണെങ്കിൽ വരട്ടെ. പറഞ്ഞേച്ചാൽ വരിയില്ലായിരിക്കും. വരണ്ടെന്ന് പറഞ്ഞേച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നും. ഓ, തെറ്റിദ്ധാരണ? അങ്ങനെ ഒരു ധാരണയുണ്ട്. അഥവാ തെറ്റിദ്ധരിച്ചാൽ തന്നെ എന്ത്? അങ്ങനെ പറയാതെ. ഏതായാലും എന്നെ ആരും ഉപദ്രവിക്കരുത്. ഞാൻ മനഃശാന്തി എന്തെന്ന് അറിഞ്ഞിട്ട് കാലം കുറയായി. എനിക്ക് സുഖമായി ഒന്ന് ഉറങ്ങണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ശാന്തമായി ഉറങ്ങണം. ഞാൻ ഉറങ്ങണമല്ലേ? ഉറങ്ങാം. ഡാക്ടർ വരികയാണെങ്കിൽ വരട്ടെ. അതിന് ഉണർന്നിരിക്കണമെന്നുണ്ട്. എന്താണ് ശബ്ദം? ഓ, കാർ വരികയാണെന്ന് തോന്നുന്നു. അല്ല, മഴയാണ്. വിശരം കാറ്റുമുണ്ട്. വിശരം കാറ്റ്? എന്നാലും അദ്ദേഹം വരാതിരിക്കില്ല. എങ്ങനെ വരാതിരിക്കും? അദ്ദേഹം വന്നെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനമുള്ളൂ. എന്തൊരു നാശം. കിടന്നുറങ്ങണം. ഞാൻ ഇപ്പൊ വരാം. നാശം ചുണയുണ്ടെങ്കിൽ ഇനിയൊന്നും അടിക്കും. ഞാൻ ഒരു മീൻ കർഷ എടുത്തൊന്ന് അതിനെന്റെ ഇങ്ങനെ ശോഭകളി വരുത്താവോ? ഈ ചക്കും കുറ്റി ആനവർദ്ധ ചെയ്ത പണിയൊന്നും നോക്കൂ അച്ഛമ്മേ. ഇത് കേട്ടോ? കുറച്ച് കൂടി പോന്നു. ഡാക്ടർ വരാറായി. ഇഞ്ചക്ഷൻ വേണം പഠിപ്പിക്കാൻ. എന്താ, ഉറങ്ങാൻ വട്ടം കൂട്ടുകയാണോ? ഇല്ല, ഉറങ്ങിക്കൊള്ളാം. ഞാൻ നോക്കിയോട്ടെ. മഴ നനഞ്ഞു തോന്നുന്നല്ലോ. സാരമില്ല, പഠിക്കൽ നിന്ന് ഇത്ര നനഞ്ഞതേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഡാക്ടർ നനയണ്ടായിരുന്നു. എനിക്ക് മഴ നനഞ്ഞാലും സൂക്കേടൊന്നും വരികയില്ല. സൂക്കേടുകൾക്ക് എന്നെ ഭയമാ. മനുഷ്യർക്ക് മനുഷ്യർക്കും എന്നെ ഭയമാണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. മിസ്സസ് എവിടെ? ഞാൻ വന്നത് അറിഞ്ഞില്ലായിരിക്കും. ഇപ്പൊ വരും. അല്ല, ഈ മരുന്നൊന്നും കുടിച്ചില്ലേ? കുടിച്ചു. ഡാക്ടർ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ഈ സുഖക്കേട് ഭേദമാകുമോ? എന്താ ഇന്നങ്ങനെ ചോദിക്കാൻ? സുഖക്കേട് ഭേദമായി എന്ന് തന്നെ പറയാം. എങ്കിലും സൂക്ഷിക്കണം. ഞാൻ വന്നത് അറിഞ്ഞു. സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. ഡാക്ടറുടെ ശബ്ദത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മഴ ആയതുകൊണ്ട് ഇന്ന് ഡാക്ടർ വരികയില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താ ഈ മരുന്ന് കൊടുക്കാത്തത്? കൊടുക്കാഞ്ഞിട്ടാണോ? കയ്പാണത്രേ. കൊച്ചു കുട്ടികളെ പോലെയാണ്. സൂക്കേട് ഭേദമാകില്ലെന്നാ പറയുന്നത്. ഞാൻ എന്താ ഡാക്ടർ ചെയ്യേണ്ടത്? ഭേദമാകില്ലെന്ന് നിനക്കാണ് തോന്നുന്നത്. വാസ്തവത്തിൽ എന്റെ രോഗം ഭേദമായി ഡാക്ടർ. വർത്തമാനം കേട്ടില്ലേ? ഇനി ഡാക്ടർ വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഡാക്ടർ എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ആരെയും അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്റെ ബുദ്ധിമുട്ടിനെ പറ്റി കൂട്ടാക്കണ്ട. ഞാൻ മിസ്റ്റർ ജോർജിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് വളരെ ഗൗരവമുള്ള സൂക്കേടാണ്. ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കണം. വല്ല വിധത്തിലും ഈ സൂക്കേടൊന്ന് ഭേദമായാൽ മതിയായിരുന്നു. കഴുത്തിലൊരു ഫ്ലാനൽ ചുറ്റാൻ പറഞ്ഞിട്ട് ചുറ്റാതെ തന്നെ ഒരു ശ്വാസം മുട്ട്.
ഉണർന്നിരിക്കുമ്പോഴും പിച്ചും പേയും പറയുക. സുഖമായി കിടന്നുറങ്ങണം. ഇത്രയും പ്രായമായ ആളോട് ഇങ്ങനെയൊക്കെ നിർബന്ധിക്കണമെന്നുണ്ടോ? ഞാൻ അത്ര വയസ്സനാണെന്ന് തോന്നുന്നു. ഇപ്പൊ തോന്നിയാൽ തന്നെ എന്ത്? ഷേവ് ചെയ്ത് തലമുടിയൊക്കെ ചീകി ഡ്രസ്സും ചെയ്ത് ഇറങ്ങുമ്പോ ആൾ യോഗ്യനാകുകയല്ലേ? ഇപ്പൊ തീരെ പ്രാകൃതനാണല്ലേ? എനിക്കാണോ? ചായ കുടിച്ചാൽ ഉറക്കം വരികയില്ല. ഡാക്ടർക്ക് ഉറക്കം വരാത്തത് ചായ കുടിച്ചിട്ടാണോ? കുറച്ചെങ്കിലും കുടിക്കണം. ഞാൻ ഇറങ്ങട്ടെ, നാളെ നേരത്തെ വരാം. ഡാക്ടർ പോകുന്നെന്ന് ഉറങ്ങായിരിക്കും, ഉപദ്രവിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഇതിന്റെ അവസാനം. ഡാക്ടർ, ദൈവത്തെ ഓർത്ത് എന്നോട് നേര് പറയുമോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? എന്താ എന്നെ വിശ്വാസമില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. എനിക്ക് എന്തെങ്കിലും ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് ഡാക്ടർ തരുന്ന ധൈര്യമാണ്. പിന്നെന്താ? അദ്ദേഹത്തിന് ഇപ്പൊ സദാസമയം എന്നോട് ദേഷ്യമാണ്. എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? അതൊന്നും വകവയ്ക്കാനില്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ. ഡാക്ടർ, അദ്ദേഹം പരുക്കനായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. ദാ മഴ വീണ്ടും വരുന്നു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് എഴുത്തുമല്ലോ ഉണ്ട്. ഗ്രേസ്യമ്മയ്ക്ക് ഒരു എഴുത്തുണ്ട്. ഓ, ഈ എന്നാ ഇതാർക്കാ? എന്നമ്മയ്ക്ക്. അവരേ ഇവിടെ ഇല്ല, ഞങ്ങളുടെ ബംഗ്ലാവിലിരിക്കുക. ഇനി എന്നാട്ടെ, ഞാൻ കൊടുത്തേക്കാം. ആ പിന്നെ ഈടെ വീട്ടിൽ നിന്ന് എഴുത്തുകളൊന്നും കാണുന്നില്ലല്ലോ. അതിശയമായിരിക്കും. അവിടെ വിശേഷമൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. ക്രിസ്മസിന് 10 ദിവസം മുമ്പ് ഞാൻ ചെല്ലാമെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മട്ട് കണ്ടിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്തെങ്ങാനായിരുന്നു ഞാനൊന്ന് ഓടിയിട്ട് വരാമായിരുന്നു. അടുത്തെങ്ങും അല്ലല്ലോ. എന്താ മോളെ കാപ്പി കുടിക്കാൻ വരാഞ്ഞത്? കല്യാണം കഴിക്കാൻ പോണത് പിള്ളേര് സന്തോഷമായിരിക്കണ്ടേ? വളരെ സന്തോഷമാണ്. ആ ചെറുക്കനെ ഞാൻ അറിയും കേട്ടോ മോളെ. എനിക്കൊന്നും കേൾക്കണ്ട. പരമയോഗ്യനാ, എമ്പടി സ്വത്തുമുണ്ട്. എങ്കിലും നീ ആ ഡോക്ടറെ വരെ കുടുങ്ങിപ്പോയേനെയല്ലോ. എന്റെ മോളെ ദൈവം സഹായിച്ചു. അവൻ എന്താ ഇങ്ങോട്ട് വരാത്തത്? അവനവിടെ വേറെ പെണ്ണുങ്ങളുണ്ടെന്ന്. കൊച്ചമ്മേ, അനാവശ്യം പറയരുത്. അനാവശ്യമാണോ? നിന്റെ അപ്പൻ പോയി കണ്ട വിശേഷമാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞതല്ല. അതല്ലേ ഉടനെ ഈ കല്യാണം നിശ്ചയിച്ചത്. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമില്ലെങ്കിലോ? ഇപ്പൊ അങ്ങനൊക്കെ പറയും. നിന്റെ അപ്പനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സമ്മതമല്ലായിരുന്നു. എന്നിട്ട് എന്തായി? നീ എണീറ്റ് വാ, കാപ്പി കുടിക്കും. എടി പെണ്ണേ, ആ ഡോക്ടർ ഒരു വക്കീലിന്റെ ഭാര്യയുമായിട്ട് സ്നേഹമാണെന്ന്. കൊച്ചമ്മേ, എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നതെന്ന്? എടി കൊച്ചേ, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണ്ട. അപ്പന്റെ പുന്നാരെ മോളല്ലേ, ചോദിച്ചു നോക്ക്. അപ്പനോട് തന്നെ ചോദിച്ചു നോക്ക്. പറയുന്നില്ല ഡാക്ടറുടെ വിശേഷം. നിന്റെ അപ്പന് കള്ളം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വാ, കാപ്പി കുടിക്കും. എനിക്ക് വേണ്ട. എപ്പോഴാ പാമ്പ് കടിച്ചത്? ഇന്നലെ രാത്രിയിലാണ്. ബോധമില്ലാതായത്? ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. എന്റെ മോൻ രക്ഷപ്പെടും അമ്മനെ. എല്ലാത്തിനും ദൈവമുണ്ട്. സമാധാനമായിരിക്കും. എന്റെ മോനെ കിടന്നോളൂ, ഇവിടെ തന്നെ കിടന്നോളൂ. ഇയാൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു.
ലോകചരിത്രത്തിൽ താങ്കൾ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കാൻ പോകും. ഉടനെ പത്രങ്ങളിൽ നമുക്ക് പ്രസിദ്ധപ്പെടാം. നിങ്ങൾ ഇത് കണ്ടോ? എന്താ ഡോക്ടർ മാത്യൂസിന്റെ പുതിയ കണ്ടുപിടുത്തം പാമ്പ് വിഷത്തിന്. ഏത് പാമ്പ് കടിച്ചാലും 24 മണിക്കൂറിനുള്ളിൽ കുത്തിവെച്ചാൽ സുഖപ്പെടുത്തുന്ന മരുന്നെന്ന്. നോൺസെൻസ്, വെറും തട്ടിപ്പ്. നമുക്ക് അയാളെ വെല്ലുവിളിക്കാം. ഒരു പൊതു സ്ഥലത്ത് വെച്ച് അയാൾ പരീക്ഷണം നടത്തട്ടെ. തട്ടിപ്പാണെങ്കിലോ? ആണെങ്കിൽ അയാൾ ഈ ഉദ്യോഗത്തിന് പോകില്ലെന്ന് പരസ്യമായി മാപ്പ് പറയണം. ഈ വിവരം നമുക്ക് ഉടനെ പത്രത്തിൽ പ്രകാശിപ്പിക്കണം. എന്റെ പൊന്ന് സാറേ, ഇനിയൊന്ന് വായിച്ചു. ഈ എഴുത്ത് കണ്ടാൽ അവളുടെ ഹൃദയം സ്പന്ദിക്കണം. എന്റെ കരളെ, ഒത്തിരി നാളായി ഞാൻ പറയാൻ കൊതിച്ചിരുന്ന ഒരു കാര്യം ഇതിൽ കുറിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള സ്നേഹം വിവാഹബന്ധമായി തീരുവാൻ ഇനി താമസിപ്പിക്കരുത്. സമ്മതമെന്നൊരു വാക്ക് കേൾക്കുവാൻ എന്റെ ഹൃദയം കൊതിക്കുന്നു. എനിക്കൊരു മറുപടി തരണം. ഞാൻ കാത്തിരിക്കുന്നു. അല്ല, പേരെഴുതണ്ടേ? ഇത് നേരിട്ട് കൊടുക്കാൻ പോകും. പിന്നെ പേരെഴുതി അല്ല പോവുകയാണോ? എന്താ കർത്താവ്, ഇത് എന്തൊരു പോക്കാണ്. ഇതാ മണക്കുത്ത്, നീ ഇപ്പൊ വരുന്നതേ ഉള്ളോ? ഇങ്ങോട്ടാ ചേട്ടാ, ഇത് വേറെ ഞാൻ വാങ്ങിച്ചേരാ. ചേട്ടാ ചെടിയായിട്ടൊന്ന് നെനിങ്ങിട്ടുണ്ടല്ലോ. എന്റെ കരളെ, തൊമാസട്ടാ മൂത്ത മുതുക്കനായല്ലോ. അത്ര വലിയ മൂപ്പൊന്നും ആയില്ല. കിണിക്കുന്നോ? തനിക്ക് നാണമില്ലല്ലോ. താൻ പെണ്ണ് കെട്ടിയതല്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിനെപ്പറ്റി എന്തിനു പറയുന്നു? അതുകൊണ്ട് ഒന്നുകൂടെ കെട്ടാൻ ഇറങ്ങിയതാണോ? തനിക്ക് ചൂസ് ചെയ്തവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നോക്കട്ടെ, ഇവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ടോന്ന്. ഈ പെണ്ണിനെന്താ രാവിലെ വട്ട കഴിയും? പിള്ളേക്കും തിരക്കിലാണോ? ദേ ഇത് നോക്കിക്കേ. എന്റെ കരള്, ഇതൊന്ന് വേഗം സെർലറ്റിലേക്ക്. അത് വായിച്ചോ പിള്ളേച്ച? എന്റെ ഇടയ്ക്ക് കൊണ്ടുകാരി വാങ്ങിക്കരുത് കേട്ടോ. എന്റെ ഇടയ മായ്ക്ക് നിന്നേക്കാൾ പ്രായമുണ്ട്. ഇതിന് തന്തേക്കാൾ മൂത്തതാണല്ലോ ഞാൻ. പിള്ളേച്ച ഞാനിന്ന് പറഞ്ഞോ. ഒന്നും വിസ്തരിച്ചില്ല. നീയോട് വന്ന് കയറിയപ്പോഴേ ഞാൻ നിശ്ചയിച്ചതാ. എങ്കിൽ ജനിച്ചു നീ രമിക്കണം. പിള്ളേച്ച ഇത് ഞാനില്ല. എന്നെ പിന്നേറ്റ നീ അക്ഷരം പറയണ്ട. ഞാൻ നോക്കട്ടെ നിന്നെ നിലയ്ക്ക് നിർത്താമെന്ന്. ഞാനൊന്ന് സ്റ്റെർലൈറ്റ് ചെയ്തിട്ട് വരാം. നീ വരണ്ട. സാറേ, നിങ്ങൾ ഈ കരളിന്റെയും ചങ്ങിന്റെയും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയല്ലേ? എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ മരുന്ന് തരണം. ഓ തരാനോട്. സാറേ, എന്താ കാലാക്ഷി? മേടിക്കാനുള്ള മരുന്നുകളുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിലേ നീ തരാൻ പറഞ്ഞു. കുപ്പി അടിച്ചിരിക്കൊണ്ട് എടുത്തോ. ഇല്ലേ കാലാക്ഷി, വൈകുന്നേരം പോകുന്നതിന് മുമ്പേ ഒന്ന് കാണണം. ഓ, ഡോക്ടർ ആകത്തുണ്ടോ? ഉണ്ട്. എന്റെ കരളെ, നോക്കിയോ? ഓഹോ, പശുവൊന്നും ഇല്ലല്ലോ. യാതൊരു പ്രശ്നവും. എങ്കിലും ഇത്രയും നാൾക്ക് മനസ്സിച്ചിട്ട് നടന്നു കളഞ്ഞു. ഞാനത് അങ്ങോട്ടൊന്ന് പറയണമെന്ന് വിചാരിക്കായിരുന്നു. എന്തോന്ന്? എന്താണോ? ഓ പാവം. നീ എന്നതാ ഈ കുഴവെന്ന് പറയുന്നത്? ഓ, ഒന്നും അറിഞ്ഞില്ല. ആള് കൊള്ളാമൻ. ദേ മറുപടി ഞാൻ ഈ അടിയിൽ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. മറുപടിയോ? അതെ, നിങ്ങൾ എഴുതുന്ന എഴുത്തിന്റെ മറുപടി. എന്റെ നാരായണ, വിഷ്ണുവരെ ഈ മുടിഞ്ഞ എഴുത്താനടുത്ത് വായിച്ചത്. ഇതിനല്ലേ വൈകുന്നേരം നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്റെ പൊന്ന് കമലാക്ഷി, ഒരു 5,000 രൂപ കടം ചോദിക്കാനാണ് ഞാൻ വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞത്. സൂസി എനിക്ക് എഴുതുന്നതല്ലേ? അവിടെ ഞാൻ ചോദിക്കാനിരിക്കുക. സൂചി അവിടെ എഴുത്തൊക്കെ തുടങ്ങി. എടേ സൂചി, ഇത് ഞാൻ ആരാണ്ട് കൈവശം കൊടുത്തെന്നാ തോന്നുന്നത്. ചെന്നങ്ങോട്ട് പറഞ്ഞാട്ടെ, എന്താ ഇത്ര പേടിക്കാന്? പേടിയോ? എനിക്കോ? തരക്കേടില്ല. പിന്നെന്താ ഇങ്ങനെ നഞ്ചി എന്ന കുരങ്ങനെ പോലെ നടക്കുന്നത്? ആഹാ, നീ എന്നെ കുരങ്ങാക്കുകയാണല്ലേ? ചക്കെന്ന് പറഞ്ഞാൽ പൊക്കെന്നാ മനസ്സിലാക്കുന്നത്. പിന്നെന്തോ ചെയ്യാനാ? ഞാൻ പറയുന്നത്, നിങ്ങൾ അവിടെ പൂക്കണ്ണീര് കണ്ടൊന്നും മയങ്ങിപ്പോകരുത്. കല്യാണം വേറെ ഉറച്ചെന്ന് കട്ടായം പറഞ്ഞാട്ടെ. ദേ പിന്നൊരു കാര്യം, ഇവിടുന്ന് പുറത്തേക്കൊന്നും പോകരുതെന്ന് മോളോട് പ്രത്യേകം ഒന്ന് ചട്ടം കെട്ടിയേക്കണം. ഗ്രേസി, നിന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞു.
ക്രിസ്തുമസ് കഴിഞ്ഞാൽ ഉടൻ നിന്റെ വിവാഹമാണ്. ഞാനും നീയും ഉദ്ദേശിച്ച ആളല്ല നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല. അത് നിന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമല്ല. ഞാനത് നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പനാ നിശ്ചയം മാറ്റണം. അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ആ നിശ്ചയം മാറ്റാൻ പോകുന്നില്ല. നീ മരിക്കുന്നതും നിന്റെ ഇഷ്ടത്തിനിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൻ ഇങ്ങനെ തീരുമാനിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം ചെയ്യണം. എന്റെ കാണപ്പെട്ട ദൈവമാണ് അപ്പൻ. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമല്ലോ. അപ്പൻ എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലേ? ഈ പ്രാർത്ഥന കേൾക്കുകയില്ല. നീ ഇതേപ്പറ്റി ഒരു അക്ഷരങ്ങളോട് പോകും. ഞാനൊരു ദുഷ്ടനായ പിതാവാണെന്ന് തന്നെ തൽക്കാലം നീ വിശ്വസിച്ചുള്ളൂ. പക്ഷേ നിനക്ക് താനേ ബോധ്യമാകും ഞാൻ അത്ര ദുഷ്ടനല്ലെന്ന്. നിനക്കിപ്പോൾ ഒന്നും മനസ്സിലാകില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, യാതൊരു കാരണവശാലും ഈ വീട്ടിന് വെളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. അനുസരിച്ച മതിയാകും. ഇത് കണ്ടു. ഒരു പൊതുരംഗത്ത് വെച്ച് പരസ്യമായി പാമ്പ് വിഷ പരീക്ഷണം നടത്താൻ ഞങ്ങൾ ഡോക്ടർ മാത്യുവിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവരുടെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഡോക്ടർ, ഇത് തീർച്ചയായും ഡോക്ടറെ അറിയിക്കണം. കുറച്ച് ജോലി കൂടി പൂർത്തിയാകാനുണ്ടായിരുന്നു. സാരമില്ല. ഇന്ന് എത്രയും തീയതി? ഇന്ന് 17. ഒരാഴ്ച കൂടി, ഡിസംബർ 24-ാം തീയതി, ക്രിസ്മസ് രാത്രിയിൽ തന്നെ ആകട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മരുന്ന് കുടിക്കാതിരുന്ന പറ്റുമോ? എനിക്ക് മരുന്ന് വേണ്ട. എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് പറ്റിയാണമ്മേ? ഞാൻ പറഞ്ഞു ഡോക്ടർ, ദയവ് ചെയ്ത് ഇന്നെങ്കിലും അവിടം വരെ ഒന്ന് വരണം. അയ്യോ, ഇന്നും വരാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ പറയരുത്. അദ്ദേഹം മരുന്ന് കൊടുത്തിട്ട് കുടിക്കുന്നില്ല. ഡോക്ടർ വന്ന് ഒന്ന് പറയണം. ഡോക്ടർ പറഞ്ഞെങ്കിലേ കേൾക്കുകയുള്ളൂ. എന്താ ഡോക്ടർ? ക്ഷമിക്കണം, ഞാനൊരു ജീവൽ മരണ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും തകരാറ് വന്നാൽ എന്റെ ജീവിതം തകർന്നു പോകും. അവിടെ വരെ വന്നിട്ട് ഉടനെ ഇങ്ങ് പോരാമല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അനേകായിരം ജനങ്ങളുടെ ജീവനെ സ്പർശിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ മുഴുകിയിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായി വീട് വരെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. ഡോക്ടർ, അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ജോർജിന്റെ രോഗം മിക്കവാറും ഭേദമായിരുന്നെന്ന് പറയാം. ഇനി അവശേഷിക്കുന്നത് മാനസിക ക്ഷീണം മാത്രം. അതും ക്രമേണ നീങ്ങിക്കൊള്ളു. കുറേശ്ശെ നടക്കാമെന്ന് പറയണം. ഞാൻ നാളെ വരാം. സമാധാനമായി പോകണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? വഞ്ചകൻ കുരിയ, ആനി എവിടെ പോയിരിക്കുകയാണ്? ഡോക്ടറെ കാണാൻ. നീ ഇങ്ങ് അടുത്ത് വാ. രാത്രിയിൽ ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇന്നു മുതൽ സൂക്ഷിച്ചോണം. ഇവിടെ രാത്രിയിൽ ആരെങ്കിലും വരികയോ ആരെങ്കിലും ഇറങ്ങിപ്പോകുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. ഒട്ടും ഉറങ്ങരുത്. പകൽ ഉറങ്ങിക്കും. എന്താടാ കുരിയ പകല് കിടന്ന് ഉറങ്ങണേന്ന് ചോദിച്ചാ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ വിവരം നീ ആനിയെ അറിയിക്കരുത്. ഇല്ലേ? ഡോക്ടറെ കണ്ടു. നീ എന്തിനാ ഡോക്ടറെ കാണാൻ പോയത്? അദ്ദേഹം ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. അദ്ദേഹം ഒരു വലിയ പരീക്ഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതെ അതെ, ഭയങ്കരമായ പരീക്ഷണം. പതുക്കെ എണീറ്റ് നടക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓടാമെന്ന് പറഞ്ഞില്ലല്ലോ. എപ്പോഴും തമാശ തന്നെ. എന്താണ് മനസ്സിൽ? എന്നോട് പറയൂ. എന്നെ പറ്റിയാണോ ചിന്തിക്കുന്നത്? ദൈവം നമുക്ക് മക്കളെ തന്നില്ലെന്നേ ഉള്ളൂ. എനിക്കതിൽ ദുഃഖമുണ്ടെന്നായിരിക്കും അങ്ങയുടെ വിചാരം. 1000 മക്കളെ കാണുന്നതിനേക്കാളും എനിക്കിഷ്ടം അങ്ങയുടെ ഒരു പുഞ്ചിരി. എന്താ എന്നെ എങ്ങനെ നോക്കുന്നത്? മുഖം കണ്ടിട്ട് വളരെ പ്രാകൃതമായിരിക്കുന്നു അല്ലേ? ആട്ടെ, ഇന്ന് ഡോക്ടർ വരുമോ? ഇന്ന് വരികയില്ലെന്ന് പറഞ്ഞു. വലിയ ഉപകാരം. അപ്പൊ ഇന്നെങ്കിലും നേരത്തെ കിടന്നുറങ്ങാമല്ലോ.
പ്രഞ്ജു ദോ എടാ പ്രഞ്ജു ദാ വരുന്നേ. എഴുത്തിനെ കൊണ്ട് പോസ്റ്റ് ഇടണം. എക്സ്പ്രസ് ലെറ്റർ ആണ് കേട്ടോ. ഓ നീ പോസ്റ്റ്മാനെ കണ്ട് ചോദിച്ചോ? ഇന്നും എനിക്ക് എഴുത്തൊന്നുമില്ലേ? ഇല്ലല്ലോ. ഉടൻ തന്നെ വരണമില്ലേ? വരുത്തിയേക്കാം. അന്ന് വിളിക്കുന്നു. ഫ്രഞ്ചു എന്തോ? ഈ പെട്ടിയിലെ കടലാസ് എല്ലാം കൊണ്ടൊന്ന് കത്തിച്ചു കളാം. കേസി കാണരുത് കേട്ടോ. ഓ കളഞ്ഞേക്കാവേ. ഗ്രേസിയെ യാതൊരു കാരണവശാലും ഈ വീട്ടിന് വെളിയിൽ വിടരുത്. എനിക്ക് രാത്രി ഉറക്കമില്ല. ഞാൻ ചെവി ഓർത്തോളാം. എടാ പെഞ്ചു, ദാ വരുന്നേ. ആ അന്നമ്മയുടെ വീട്ടിൽ പോകാൻ ഒരിക്കലും അവിടെ അനുവദിക്കരുത്. അവളാണ് ഈ പെണ്ണിന് ഈ വിഷമൊക്കെ വെച്ചു കൊടുക്കുന്നത്. അത് പിന്നെ വിഷം കെടുത്തുന്ന ആളിന്റെ അമ്മയല്ലേ? അല്ല, അവനെ വെറുതെ വിട്ടേക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഗ്രേസിയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, അപ്പോഴറിയാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നാശങ്ങളെ കിടത്തി ഉറക്കിയില്ലല്ലോ ഈ മഴയത്ത്. എന്തൊരു തണുപ്പ്. ഡാക്ടർ റഹ്മാൻ ഇവിടെ ഇല്ലേ? ഡാക്ടർ റഹ്മാൻ ഇവിടെ ഇല്ലേ? ആ ഉണ്ട്. എന്തോ വേണം? എന്റെ മോക്ക് പ്രസവവേദനയാണ്. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണേ. ഈ മഴയത്തോ? നേരം വെളുത്തിട്ട് പ്രസവിച്ചാ മതി എന്ന് പറ. പോരെങ്കിലേ ഇന്ന് നാളും മോശമാ കർത്തവാവുക. അയ്യോ അങ്ങനെ പറയല്ലേ. കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ അതിനൊന്നും ഗതിയില്ല, ഞങ്ങൾ പാവങ്ങളാണ്. എന്നാ നേരം വെളുത്തിട്ട് ഇങ്ങ് വാവില്ലമ്മേ. അയ്യോ അയ്യോ. തോമ കഥ തുറക്ക. വരണം. എന്താ? ഏമാനെ, എന്റെ മോക്ക് പ്രസവന തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. ഏമാൻ അവിടെ വരെ ഒന്ന് വന്ന് എന്റെ ബാഗ് എടുക്കും. നമ്മുടെ കാർ അങ്ങ് വർക്ക്ഷോപ്പിലാ. വീട് എവിടെയാ? ഇവിടെ അടുത്താണ്. ആ കുറവടഞ്ഞെടുത്തു. പോ. വരണം. ഇത് ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഇവിടെ ആയിരുന്നില്ലല്ലോ. താനിവിടെ ഇരിക്കും. വരണം വല്യമ്മേ. രാത്രി ഇവിടെ വരുന്നത് ആരാണെന്ന് അറിയണമല്ലോ. അയ്യോ അയ്യോ എടാ, ഇത് ഞാനാടാ. അയ്യോ എന്റെ മുണ്ട് പോയേ. അയ്യോ 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 എടാ വിടരാ എന്റെ മുണ്ട്. എടാ എനിക്കൊരു മുണ്ടുള്ളൂ. ഇത് കീറിപ്പോയ വേറെ ഇല്ലടാ. എടാ കൈത്തറി വിടരാ. കുഞ്ഞനാടാ. ഞാനാണ് ഇനി ഞാൻ പിടിച്ചു വലിക്കും. നിന്റെ പല്ലൊക്കെ പോകും. എടാ അങ്ങനെ പറഞ്ഞിട്ടാടാ വിടരാ. എടാ എന്റെ മുണ്ട് കീറുന്ന. എടാ എന്റെ മുണ്ട് കൊണ്ടുവരാ. ഇങ്ങോട്ട് കൊണ്ടുവരാ. എടാ എന്റെ മാതാവ് എന്റെ മുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇങ്ങോട്ട് കൊണ്ടുവരാ. എടാ എന്റെ മുണ്ട് കറി കൊണ്ടുവരാ. നീ ഇതുവരെ ഉറങ്ങാത്തതെന്ന്? പറന്നൊരു ശബ്ദം കേട്ടു. ഒരു വല്ലാത്ത ശബ്ദം. എപ്പോ? അല്പം മുമ്പ്. നീ കേട്ടോ? ഞാൻ ഞെട്ടി ഉണർന്നു പോയി. ഒരു വല്ലാത്ത ശബ്ദം. ഞാൻ ഉണർന്ന പിന്നെ കേട്ടില്ല. ഒരാളിന്റെ ശബ്ദമായിരിക്കുമോ എന്നാ തോന്നുന്നത്? ഈ സമയത്ത് ആര് വരും? ആ കുര്യനെ വിളിച്ചൊന്ന് തിരക്കിയാലോ? എന്തിനാ തിരക്കുന്നത്? എനിക്കറിയാം ആളാരാണ്. ആരാണ്? കാണണം. ഡാക്ടർ മടിച്ചു നിൽക്കണ്ട, കയറി വരണം. ഡോക്ടർ ഈ നേരത്തോ? അദ്ദേഹം ഇന്ന് വരികയില്ലെന്നുള്ള തീർച്ചയാണ്.
അഥവാ വന്നാൽ തന്നെ വഴി അറിഞ്ഞുകൂടെ നേരെ വീട്ടിലേക്ക് കയറി വരാൻ? ഇന്ന് തന്നതിൽ ഉറക്കത്തിനുള്ള മരുന്ന് കൂടി ചേർത്തിരുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം രാത്രി വരുമെന്ന് പറഞ്ഞത്. മരുന്ന് ഫലിച്ചോന്നറിയാമോ? ഞാൻ മരിച്ചുവെന്നറിയാം. എന്നാ മരിച്ചില്ല എന്നുകൊണ്ട് സമാധാനമായി പോയതായിരിക്കും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? മരണം, കിടന്നുറങ്ങണം. ആ ടീപ്പോയി മറിഞ്ഞ് വീണില്ലായിരുന്നെങ്കിൽ സുഖമായി കിടന്നുറങ്ങിയേ. അതെന്ത് വിളിച്ചു? കുഴച്ചത് ആരാണെന്ന് എനിക്കറിയാം. ഏതായാലും ഉണർന്ന സ്ഥിതിക്ക് ശകലം മരുന്ന് കൂടി കുടിക്കാം. മരുന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഉറങ്ങും. മരുന്ന് കുടിക്കില്ലേ? ഇല്ല, എനിക്കിനി മരുന്ന് വേണ്ട. വല്ലാത്ത ശാഠ്യം തന്നെ. വലിയരത്ത് കുഞ്ഞു, ഇതെന്താ ഈ പാതിരാ നേരത്ത്? ആരോടും പറയണ്ട, എന്നെ കാലിനക്കര എളുപ്പം കൊണ്ടെത്തിക്കണം. വേഗം. എന്തോന്നാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം, വെള്ളം വിട്. ഗ്രേസിയമ്മയെ കാണുന്നില്ല. നീ കാട്ട് നോക്കി, എല്ലായിടത്തും നോക്കി. എവിടെ പോയി? അനിമയുടെ വീട്ടിൽ പോയി നോക്കി. ഗ്രേസി, അന്നമ്മേ, അന്നമ്മ ഗ്രേസി എവിടെ? ഇങ്ങോട്ട് വന്നില്ല. ഞാൻ അവളെ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായല്ലോ. നേര് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ നേര് തെളിയിച്ചു. അയ്യോ, എന്നാ തെളിയിക്കാനാ? എനിക്ക് വെള്ളം പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ടോ? അയ്യോ, എന്റെ മോളെ. അവളെവിടെ പോയി? ഓടി വന്നാട്ടെ. നല്ലൊരു പെങ്കൊച്ചാണ്. ഇതിയാന്റെ വാശിയാണ് ആ കൊച്ചിനെ കൊന്നത്. ഇഷ്ടമില്ല താളിനെ കൊണ്ട് കെട്ടിക്കാൻ പോയിട്ടല്ലേ? ആ രണ്ടാനമ്മ ഇതിനൊക്കെ കാരണം. ഭയങ്കരി. ഇത് കൊണ്ടുപോടാ. ഇത് ഗ്രേസിയുടെ തന്നെ. അതെ, ഇന്നലെ കുഞ്ഞു ഉടുത്തിരുന്ന സാരി എടുത്തുമ്പ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. അവരാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്. ഞാൻ ഡോക്ടറെ പറഞ്ഞിട്ട് എന്താ ഫലം? പോകാനുള്ളത് പോയി. നിങ്ങളുടെ വിചാരം എനിക്ക് ആ ഡോക്ടറോട് പിണക്കമുണ്ടെന്നാ? എനിക്ക് ആരോടും പിണക്കമില്ലേ. ആ ഡോക്ടറെ കൊണ്ട് എന്റെ ചേട്ടത്തിയുടെ മോള് കുഞ്ഞമ്മയെ കെട്ടിക്കാനും എനിക്ക് സമ്മതം. നിനക്ക് എന്താണ് സമ്മതം നടക്കുന്നത്? നീയാണ് കുഞ്ഞിനെ കൊന്നത്. നിങ്ങളുടെ ദുഷ്ടത്തരം കൊണ്ട് ആ മോള് കായലിൽ ചാടിച്ചത്. അത് ഞാനെന്ത് വേണം? അയ്യോ, എന്റെ നടുവേ. ഇനി തൊഴിച്ച കൊച്ചമ്മ ചത്തുപോകും. ചാകട്ട, എല്ലാരും ചാകട്ടെ, ഞാനും ചാകും. അതിനു മുമ്പ് അവൻ, ആ ഡോക്ടർ, അവനാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്. അവന് ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻക്ക് പരീക്ഷണം. ചേട്ടത്തി ഉടനെ പോകണം. ആ വല്യടുത്ത് അങ്ങനെ ചേട്ടത്തിയുടെ മോനെ കൊല്ലണമെന്ന് പറഞ്ഞു പോയിരിക്കും. അയ്യോ, നേരാണോ? ഇതാര് പറഞ്ഞു? ആ പ്രേക്ഷക പറഞ്ഞു ഞാൻ കേട്ടു. അയ്യോ, എന്റെ കുഞ്ഞ്.
ഡോക്ടറുടെ പരീക്ഷണമുണ്ട്. ഏത് പാമ്പ് കടിച്ച് മരിച്ച ആളിനെ അദ്ദേഹം ജീവിപ്പിക്കുമെന്നാ പറയുന്നത്. മനുഷ്യവിഷത്തിന് അദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിച്ചെങ്കിൽ ദൈവമേ, അദ്ദേഹത്തിന്റെ പരീക്ഷണം വിജയിക്കണേ. പരീക്ഷണം വിജയിച്ചിരിക്കുകയാണല്ലോ. ഇന്നാണ് പരീക്ഷണം. പക്ഷെ തുടങ്ങി കുറെ കാലമായി. ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ? ക്രിസ്മസിന്റെ തലേന്നാൾ. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഞാൻ കരഞ്ഞു. ഈ ക്രിസ്മസ് രാത്രി നീ ചിരിക്കും. തീർച്ചയായും. ഞാൻ ചെന്ന് ചോദിക്കട്ടെ? ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒന്നിച്ച് പള്ളിയിൽ പോകാം. പിന്നെന്താ വിശേഷം? ഞാൻ വന്നത് അദ്ദേഹത്തിനൊന്ന് പള്ളിയിൽ പോകാമോ എന്ന് ചോദിക്കാനാണ്. നാളെയാണ് ക്രിസ്മസ്. കഴിഞ്ഞ ക്രിസ്മസിന്റെ അന്ന് ഈ ക്രിസ്മസ് നിങ്ങൾക്ക് തീർച്ചയായും ആനന്ദകരമായിരിക്കും. മിസ്റ്റർ ജോർജിന്റെ രോഗം ഭേദമായി. ഇന്ന് നിങ്ങൾ രണ്ടുപേരെ സന്തോഷമായി പള്ളിയിൽ പോകണം. അപ്പം ഡോക്ടറും വരണം. നമുക്ക് ഒന്നിച്ചു പോകാം. എനിക്ക് അല്പ ജോലിയുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് വരാം. ശരി. മറിയേ, ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്താ മറിയേ, നിന്റെ കുഞ്ഞിന് വല്ല? അതല്ല, വക്കീൽ സാറ്. വക്കീൽ സാറ് എന്താടി കൈത്തൂക്കം എടുത്തോണ്ട്? അയ്യോ, നീ എന്തോന്നായി പറയുന്നേ? അദ്ദേഹം എവിടെ? എനിക്കറിയാൻ വേണ്ട. ഇതിനെ ഓടുന്ന കണ്ടു എന്റെ മാവാവേ. ജോർജ്, വരണം വരണം. ഞാൻ സ്വല്പ ധൃതിയിലാണ്. പള്ളിയിലേക്കായിരിക്കും അല്ലേ? ഇനി നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കണം. മിസ്സസ് എവിടെ? എനിക്ക് ക്രിസ്മസ് സമ്മാനം എന്തുണ്ട്? സമ്മാനമോ? ഇതാ സമ്മാനം. മിസ്സസ് എവിടെയെന്ന് ഇതാ എന്റെ ഹൃദയത്തിലുണ്ട്. ആ തോക്കുകൊണ്ട് പിളർന്ന് എടുത്തുകൊള്ളണം. ജോർജ്, എന്റെ ശരീരത്തിന് രോഗം നിങ്ങൾ നീക്കി, പക്ഷെ എന്റെ മനസ്സിൽ തീരാ വ്യാധി വരുത്തി വെച്ചു. നിങ്ങൾ സുഖപ്പെടുത്തി ഈ ശരീരം നിങ്ങൾ തന്നെ എടുത്തുകൊള്ളണം. അങ്ങനെയെങ്കിലും എന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാകും. നിങ്ങൾക്ക് എന്തു പറ്റി? എന്നോടാണോ ഈ പറയുന്നത്? ഒരു സ്നേഹിതനോട്? സ്നേഹിതൻ? നിങ്ങളാണോ സ്നേഹിതൻ? ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് പകരം എന്റെ നിഷ്പ്രയാസം കൊല്ലാമായിരുന്നില്ലേ? ജീവന്റെ ജീവനായി ഞാൻ കരുതിയിരുന്ന എന്റെ ഭാര്യയെ എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ അപഹരിക്കുന്നതെങ്കിലും കാണാതെ കഴിയാമായിരുന്നല്ലോ. നിർത്തും. തോന്നിയാസം പറയുന്നതിന് ഒരു അതിരുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യയെ അപഹരിച്ചെന്നു. അതെ, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതം എത്ര ആനന്ദപൂർണ്ണമായിരുന്നു എന്ന് അറിയാമോ? എന്റെ ജീവിതത്തിലെ ഭദ്രദീപമായിരുന്നു അവൾ. ആ ദീപം നിങ്ങൾ കെടുത്തി. ആ ദീപം കെടുകയില്ല. നിങ്ങളുടെ ദുശങ്കയാണ് ആ ദീപത്തെ മറച്ചിരിക്കുന്നത്. നിങ്ങളെ ദേവനായി ആരാധിക്കുന്ന ആ പതിവ്രതയുടെ കാക്ക് നിങ്ങൾ പൂവിട്ട് പൂജിക്കണം. അവൾ നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്നുണ്ടല്ലോ. അവൾ പാവമാണ്, ദുർബലയാണ്. നിങ്ങളുടെ പ്രശസ്തിയും സൗന്ദര്യവും അവളെ പ്രലോഭിപ്പിച്ചു. നിങ്ങൾ അവളെ വലയിൽ കുടുക്കി. അങ്ങനെ കുടുങ്ങുന്ന ഒരു സ്ത്രീയല്ല അവൾ. സ്നേഹിത, ഇത്രയും കാലത്തെ പരിചയം കൊണ്ട് നിങ്ങൾക്ക് അവളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നെ വിശ്വസിക്കൂ, അവൾ നിഷ്കളങ്കയാണ്. ഞാൻ വിശ്വസിക്കണമല്ലേ? നിങ്ങൾ തന്നെ പറയൂ, അവൾ എന്റെ പഴയ ആനിയാണോ ഇന്ന്? ഇന്നവൾ എന്റേതല്ല. ഇതിൽ നിന്നും അവൾ അകന്നുപോയി. സഹോദര, എനിക്കുമില്ലേ ഒരു ഹൃദയം, എനിക്കുമില്ലേ ഒരു മനസാക്ഷി? ഇങ്ങോട്ട് നോക്കൂ. മനസ്സാ വാചാ കർമ്മണ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് സത്യമാണ്. അതാ നിങ്ങളുടെ ഭാര്യ വരുന്നുണ്ട്. അവൾ വരുന്നുണ്ട്. അവളുടെ കാമുകനെ തേടി വരുന്നുണ്ട്. വിടുവെന്നെ. നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും. ക്ഷമിക്കൂ, എനിക്ക് വേണ്ടി ഏതാനും മിനിറ്റുകൾ കാത്തിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം പോലെയാക്കാം. ദയവ് ചെയ്ത് എന്റെ അവസാനത്തെ അപേക്ഷയാണ്. ഒരു മിനിറ്റ് മാത്രം. വരൂ. അദ്ദേഹം ഇങ്ങോട്ട് വന്നു. ആരാ? ജോർജ്? അതെ, അദ്ദേഹം കൈത്തൂക്കം എടുത്തുകൊണ്ട് എവിടെയോ പോയെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ? അദ്ദേഹം ആത്മഹത്യ ചെയ്യും. ആത്മഹത്യയോ? അതെ, ക്ഷമിക്കണം. അതാ രോഗത്തിന്റെ സ്വഭാവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. രോഗം ഭേദമായി നല്ല ഡോക്ടർ പറഞ്ഞു. ദൈവമേ! നിൽക്കും. എങ്ങോട്ട് പോകുന്നു? പോകണ്ട. ഇനി അന്വേഷിച്ചു പോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അദ്ദേഹം ഇപ്പോൾ മരിച്ചു. വേണ്ട, കരയണ്ട. വികൃതനായ ആ മനുഷ്യൻ മരിച്ചത് ആനി സന്തോഷിക്കുകയാണ് വേണ്ടത്. കുറെ കൂടി ജീവിച്ചിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ട് കൂടുമായിരുന്നു. അതുകൊണ്ട് അയാൾ മരിച്ചത് ആനിയുടെ ഭാഗ്യവിശേഷമെന്ന് കരുതിയാൽ മതി. ആനി ചെറുപ്പമാണ്, സുന്ദരിയാണ്. ലോക ജീവിതത്തിലെ ആനന്ദങ്ങൾ ആനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനാണെങ്കിൽ അവിവാഹിതൻ, ലോകപ്രസിദ്ധൻ.
നമുക്കിനി ഒന്നിച്ച് ജീവിക്കാം. ഈ ശുഭമുഹൂർത്തത്തിന് വേണ്ടി ഞാൻ എത്ര നാൾ കാത്തിരുന്നു. സന്തോഷിക്കുവാനും ചിരിക്കൂ. കരയാനുള്ളതല്ല ഈ മനോഹരങ്ങളായ കണ്ണുകൾ. ഇന്നത്തെ പരീക്ഷണം കഴിഞ്ഞാലുടൻ നമ്മുടെ വിവാഹം. എന്താ? ഇതായിരുന്നോ നിങ്ങളുടെ ഉള്ളിലിരുന്ന ആശയം? എന്റെ ഭർത്താവിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സൂക്കേട് മാറി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് മര്യാദയായി പെരുമാറിയത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ സംസ്കാരമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ സങ്കല്പിച്ചു. നിങ്ങൾ മനുഷ്യനെയല്ല, മൃഗമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു പോയി. നിങ്ങളൊരു നല്ല സ്നേഹിതനാണെന്ന്. നിങ്ങൾക്ക് ഞാൻ മണമുള്ള പൂക്കളും മധുര പലഹാരങ്ങളും തമ്മിൽ സൽക്കരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി മാത്രം. നിങ്ങളുടെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പഠിക്കൽ കാലത്താൻ നിങ്ങളെ അനുവദിക്കില്ലായിരുന്നു. സർപ്പമല്ല സർപ്പം, നിങ്ങളാണ് സർപ്പം. അദ്ദേഹം വികൃതനാണല്ലേ? ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവെന്തെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അറിയില്ല. നിങ്ങൾക്കതറിയാനുള്ള ഹൃദയമില്ല. നിങ്ങളുടെ പ്രശസ്തി, നിങ്ങളുടെ സമ്പത്ത്, അത് ആർക്ക് വേണം? അദ്ദേഹം ഇല്ലാത്ത ഒരു ലോകത്തിൽ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? എന്റെ ഒരു തലമാരി പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല, അത് തീർച്ച. ദൈവമേ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം മരിച്ചെങ്കിൽ ദുഷ്ട മനുഷ്യൻ നിങ്ങളാണ്. നിങ്ങളാണ് അദ്ദേഹത്തെ കൊന്നത്. ഡോക്ടർ, എനിക്ക് മാപ്പ് തരും, എനിക്ക് മാപ്പ് തരും. മാപ്പൊന്നൊരു വാക്ക് പറയൂ, അല്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിപ്പോകും. ഡോക്ടർ, ഞാനല്ല നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്. ഓടിപ്പോയ ആ ദേവതയുടെ കാക്കൽ വീണ് നിങ്ങൾ മാപ്പിരക്കണം. ത്യാഗത്തിന്റെയും നിഷ്കളങ്കതയുടെയും മൂർത്തീകരണമായ ആ പതിവ്രതയാണ് നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്. പോകൂ വേഗം. ആ സാധു സ്ത്രീ എന്തെങ്കിലും അതിവേഗം കാണിക്കുന്നതിന് മുമ്പ് പോകൂ. ഒരു പരീക്ഷണം കഴിഞ്ഞു. യെസ്, ഡോക്ടർ മാത്യു. ഡോക്ടർ ഫിലിപ്പ് സ്പീക്കിംഗ്. സമയമായി, ആളുകൾ വെള്ളമുണ്ടാക്കി തുടങ്ങുന്നു. ഡോക്ടർ പമ്പ കിടന്നെന്ന് എതിരാളികൾ വിളിച്ചു പറയുന്നു. ദയവ് ചെയ്തൊന്ന് വേഗം വരും ഡോക്ടർ. ഞാനിതാ വരുന്നു. എന്താ? എന്റെ ആശകളെല്ലാം തകർന്നു മറിയേ, എല്ലാം തകർന്നു. സാറ് വരുന്നുണ്ട്. ആലി, ഞാനൊരു വലിയ തെറ്റുകാരനാണ്. എന്നോട് ക്ഷമിക്കും. ഇതാ ഇങ്ങോട്ട് നോക്ക്. സുഹൃത്തുക്കളെ, മണി 10 കഴിഞ്ഞു, കണ്ടുപിടുത്തക്കാരനെ കണ്ടില്ല. ഇതേ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. മനുഷ്യരെ കബളിപ്പിക്കാനാണ് അയാൾ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളും പരീക്ഷകൾ പാസ്സായിട്ടുള്ളവരാണ്, പക്ഷേ ഞങ്ങൾ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയില്ല. അയാൾ ഇനി വരികയില്ല. നമുക്ക് പോകാം. മാന്യരെ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ക്ഷമിക്കണം. അയാൾ എന്തോന്നാണ് പറയുന്നത് കേൾക്കട്ടെ. കളിപ്പിക്കലാണെങ്കിൽ ആ ജീവനോടെ തിരിച്ചു പോയി. അത് 3 നേരം. അനേക നാളത്തെ എന്റെ പരീക്ഷണത്തിന്റെ ഫലമായി ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ മരുന്ന്. ഇതാ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ. പാമ്പ് കടിയേറ്റ് 24 മണിക്കൂർ വരെ ആയാലും സുഖപ്പെടുത്താം. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഉറപ്പു തരുന്നു, ആർക്കും മുന്നോട്ട് വന്ന് പരീക്ഷിക്കാം. എന്തുറപ്പാണ് വരുന്നത്? ആ ആളിന്റെ ജീവന് ഞാൻ ഉത്തരവാദിയാണെന്ന്. അതുകൊണ്ട് ആർക്കും ധൈര്യമായി മുന്നോട്ട് വരാം. വരണം, വരണം, ആരെങ്കിലും വരണം. ആരും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം പരാജയപ്പെട്ടിരിക്കുന്നു. ഏതായാലും മര്യാദയുടെ പേരിൽ 15 മിനിറ്റ് കൂടി ഞങ്ങൾ അനുവദിക്കുന്നു. അതിനകം ഈ പരീക്ഷണം നടന്നില്ലെങ്കിൽ ഈ ഡോക്ടർ ഈ ജനക്കൂട്ടത്തോട് മാപ്പ് ചോദിക്കണം. ഇതാ ഞാൻ തയ്യാറാണ്. പാടില്ല. ഡോക്ടറുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ പാടില്ല. അതൊരു തരം കളിപ്പിക്കലാണ്. പൊതുജനങ്ങളിൽ നിന്ന് ആരെങ്കിലും വരട്ടെ, എങ്കിൽ വിശ്വസിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി 14 മിനിറ്റ് മാത്രം. ഡോക്ടറുടെ ഇല്ല, പരീക്ഷാ സ്ഥലത്താണ്. അവന്റെ പരീക്ഷ
13 മിനിറ്റ് കഴിഞ്ഞു. ഇനി 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ്. പരീക്ഷണത്തിന് ആളില്ല. പാവം ഡോക്ടർ. എന്താ? പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. എന്നാൽ ഇതിൽ ഒപ്പിടുക. എന്ത് അവിവേകമാണ്! ഇല്ല, ഞാൻ അവനെ കൊല്ലും. എനിക്കവനെ കൊല്ലണം. അവനാണ് എന്റെ ഗ്രേസിയെ കൊന്നത്. അവനാണ് എന്റെ ഗ്രേസിയെ കൊന്നത്. എന്റെ മോനെവിടെ? എന്റെ മോനെ മാത്യൂസ്, ഡാക്ടർ. ഓഹോ, ഡാക്ടറുടെ അമ്മയാണല്ലേ? ആദ്യം അതാ മകൻ. മോനെ, അമ്മേ, ജോർജ് വക്കീലിന്റെ ഭാര്യ ഗ്രേസി. നിനക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക വനിത. നിനക്കെന്നല്ല, എല്ലാ സ്ത്രീകൾക്കും. ഇതാണ് നമ്മുടെ ഡാക്ടറുടെ മദാമ്മയാകാൻ പോകുന്ന ഗ്രേസി. ഞാൻ മതാമയൊന്നുമല്ല, നാടൻ സ്ത്രീയാണ് ഗ്രേസി.